ഓരോ ദിവസവും ഹല്ലേലൂയ വഴി നടത്തുന്നതോർത്ത് ഇന്ന് രാത്രിയിൽ ഞങ്ങൾ നന്ദി പറയുവാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബ മഹിമയോ കുടുംബ പാരമ്പര്യമോ ഒന്നുമല്ല ഞങ്ങൾ ഇവിടെ പ്രശംസിക്കുന്നത്. ഹല്ലേലൂയ. അതെ, റോമ 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ തന്നെ ഞങ്ങളുടെ ബലഹീനതകളിലും ഞങ്ങൾ പ്രശംസിക്കുകയാണ് കർത്താവേ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര വലിയ സ്നേഹത്തെ ആരാധിക്കുവാൻ, ഇത്ര വലിയവനായ ഹല്ലേലൂയ ഞങ്ങളെ കരുതുന്ന കർത്താവിനെ ആരാധിക്കുവാൻ തക്കവണ്ണം ഞങ്ങളിൽ തന്ന അത്യന്ത ശക്തിയോടെ ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുകയാണ് കർത്താവ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റോമർ 5:8 പറയുകയാണ് കർത്താവ് ഇങ്ങനെ പറയുന്നു, ഞങ്ങൾ പാപികളായിരിക്കുമ്പോൾ ഹല്ലേലൂയ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച ഹല്ലേലൂയ ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ച സർവശക്തിയുള്ള അത്ഭുതവാനായ വീരനായ ദൈവമേ, ഇത് രാത്രിയിൽ ഞങ്ങൾക്ക് നന്ദി പറയുവാണ്. സ്തോത്രം അപ്പാ. ഹല്ലേലൂയ. അപ്പാ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ ചോദിക്കുകയാണ് ഇന്ന് രാത്രിയിൽ. മാറ്റമില്ലാത്ത ദൈവ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ നിറക്കണമേ കർത്താവേ. സ്തോത്രം. യാത്രയിലായിരിക്കുന്നവരെല്ലാം അങ്ങ് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വാഗ്ദത്ത സങ്കീർത്തനം പറയുന്ന പോലെ തന്നെ ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ ഗുഡാരങ്ങളിൽ അടുക്കയില്ല, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് ഹല്ലേലൂയ ഞങ്ങളെ കുറിച്ച് നിന്റെ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്നു. അതേ കർത്താവേ, ഇന്ന് ഈ രാത്രിയിൽ സന്തോഷത്തോടെ ആത്മനിറവോടുകൂടി നിൽക്കുവാൻ അങ്ങയുടെ ദൂതന്മാരുടെ കാവലും അവിടുത്തെ വലിയ ക്രൂശിന്റെ മറവിൽ ഞങ്ങളെ മറച്ചതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്ന ഹല്ലേലൂയ. ഞങ്ങളുടെ കണ്ണീരെല്ലാം മാറിപ്പോകുന്ന സമയത്തിനായിട്ട് വിശ്വാസത്തോടെ പ്രത്യാശയുടെ ശൃംഗാരം ഞങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ആത്മാവിൽ ഞങ്ങൾ അങ്ങയെ പാടി മഹത്വപ്പെടുത്തുന്ന കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഞങ്ങളെ നടത്തിയ വിധങ്ങളെ ഞങ്ങൾ ഓർക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഒരു പുകഴ്ചയും ഞങ്ങൾക്ക് സ്വന്തമായി പറയുവാനില്ല. എന്നാൽ സ്വർഗത്തിൽ അധിവസിക്കുന്നവനും അനിത്യ കൂടാരങ്ങളിൽ വസിക്കുന്നവനും തക്ക സമയത്ത് ഹല്ലേലൂയ കൃപ ലഭിക്കേണ്ടതിനും കരുണ ലഭിക്കേണ്ടതിനും ഏത് സമയത്തും ഓടി പാദപീഠത്തിൽ എത്തുവാൻ പറ്റുന്ന ജീവനുള്ള കർത്താവിന് ഞങ്ങൾക്ക് ഹല്ലേലൂയ ആത്മാവിനെ പകർന്നു തന്നതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ. സ്തോത്രം. ആബാ പിതാവേ എന്ന് വിളിക്കുവാൻ തക്കവണ്ണമുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ ഞങ്ങളിൽ പകർന്നതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ. സ്തോത്രം. ഞങ്ങളുടെ ബലഹീനതകളിലൊക്കെ ഞങ്ങളോട് സഹതാപം കാണിക്കുന്നു. ഹല്ലേലൂയ. ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഇന്ന് രാത്രിയിലും സന്തോഷത്തോടെ ഞങ്ങൾ നന്ദി പറയുന്ന സ്തോത്രം. കർത്താവേ, അങ്ങ് വലിയവൻ, അങ്ങ് മാത്രം ആരാധനക്ക് യോഗ്യൻ, അങ്ങ് മാത്രം സ്തുതികളിൽ മേൽ വസിക്കുന്നവൻ, അങ്ങ് മാത്രം ഹല്ലേലൂയ സകലത്തിന്റെയും മേലായ നാമമുള്ളവൻ, അങ്ങിൽ മാത്രം ഞങ്ങൾ ആശ്രയിക്കുകയാണ് കർത്താവേ. സകലതും ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ വെക്കുന്ന കർത്താവേ. ഞങ്ങളുടെ പുകഴ്ചയായ ഹല്ലേലൂയ ഞങ്ങളുടെ എല്ലാമായ ഞങ്ങളുടെ ഹല്ലേലൂയ സ്തുതിയും ആരാധനയും പുകഴ്ചയും മഹത്വവും ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ ദൈവമേ, സകലതും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ചേർന്ന് ഞങ്ങൾ അങ്ങയെ പാടി മഹത്വപ്പെടുത്തുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ നിറക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്തോത്രം. ഞങ്ങൾ മറച്ചു പിടിക്കുന്നില്ല കർത്താവേ. തിരുവചനം ഇങ്ങനെ പറയുന്ന കർത്താവ്, തന്റെ ലംഘനങ്ങളെ മറക്കുന്നവന് ശുഭം വരികയില്ല, എന്നാൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് ഹല്ലേലൂയ ദൈവത്തിന്റെ കരുണ ലഭിക്കും, ദൈവത്തിന്റെ സ്നേഹം ലഭിക്കും, ദൈവത്തിന്റെ പ്രത്യേക അനോയിന്റിംഗ് ലഭിക്കുമെന്ന് അവിടുന്ന് പറയുന്ന കർത്താവേ. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ പൂർണ്ണമായിട്ട് ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ് കർത്താവേ. സ്തോത്രം. അപ്പച്ചാ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ അധികമായി ചോദിക്കുകയാണ് കർത്താവേ. സ്തോത്രം. ശക്തിയാൽ ഞങ്ങൾ നിറക്കണമേ കർത്താവേ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിനെ നമുക്ക് ചേർന്ന് പാടി മഹത്വപ്പെടുത്താം. എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധന യേശുവേ. ഹല്ലേലൂയ. എല്ലാ
യോഗ്യൻ നീ ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ യോഗ്യൻ നീ യേശുവേ സ്തുതികൾക്കു യോഗ്യൻ നീ യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ യോഗ്യൻ നീ യേശുവേ സ്തുതികൾക്കു യോഗ്യൻ നീ യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ നിത്യമായി സ്നേഹിച്ചെന്നെ തിരുനീണത്താൽ വീണ്ടെടുത്തു ഉയർത്തെന്നും ജീവിക്കുന്നു മരണത്തെ ജയിച്ചവനാ നിത്യമായി സ്നേഹിച്ചെന്നെ തിരുനീണത്താൽ വീണ്ടെടുത്തു ഉയർത്തെന്നും ജീവിക്കുന്നു മരണത്തെ ജയിച്ചവനേ യോഗ്യൻ നീ യേശുവേ സ്തുതികൾക്കു യോഗ്യൻ നീ യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ സൗഖ്യദായകൻ എന്നേശു അടിപ്പീണനാൽ സൗഖ്യം നൽകി ആശ്രയം നീ എന്റെ നാഥാ എത്ര മാധുര്യം ജീവിതത്തിൽ ആശ്രയം നീ എന്റെ നാഥാ എത്ര മാധുര്യം ജീവിതത്തിൽ യോഗ്യൻ നീ യേശുവേ സ്തുതികൾക്കു യോഗ്യൻ നീ യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാം യേശുവേ സ്തോത്രയാഗം അർപ്പിച്ചെന്നും വാഴ്ത്തി സ്തുതിച്ചിടുന്നു സ്തോത്രയാഗം അർപ്പിച്ചെന്നും വാഴ്ത്തി സ്തുതിച്ചിടുന്നു യോഗ്യൻ നീ
യോഗ്യൻ നീ ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ നിത്യമായി സ്നേഹിച്ചെന്നെ തിരുനീണത്താൽ വീണ്ടെടുത്തു ഉയർത്തെന്നും ജീവിക്കുന്നു മരണത്തെ ജയിച്ചവനേ ഉയർത്തെന്നും ജീവിക്കുന്നു മരണത്തെ ജയിച്ചവനേ യോഗ്യൻ നീ യേശുവേ സ്തുതികൾക്കു യോഗ്യൻ നീ യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ സൗഖ്യദായകൻ എന്നേശു അടിപ്പിണരാൽ സൗഖ്യം നൽകി ആശ്രയം നീ എന്റെ നാഥ ഏറ്റവും മാധുര്യം ജീവിതത്തിൽ Praise the Lord. സൗഖ്യദായകൻ എന്നേശു അടിപ്പിണരാൽ സൗഖ്യം നൽകി ആശ്രയം നീ എന്റെ നാഥ എത്ര മാധുര്യം ജീവിതത്തിൽ യോഗ്യൻ നീ യേശുവേ സ്തുതികൾക്കു യോഗ്യൻ നീ യോഗ്യൻ നീ യേശുവേ യോഗ്യൻ നീ ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ Hallelujah. ഈ വൈകിയ വേളയിലും എൻ്റെ ഹൃദയം ശാന്തമാക്കി തരുവാൻ അങ്ങയുടെ വചനം പഠിക്കാൻ തക്ക വേണം ഏകാഗ്രതയും നിർമ്മലതയും കർത്താവെ ഹൃദയം ശാന്തമാക്കി തരുവാനായിട്ട് ഇന്ന് രാത്രിയിലും അവിടുത്തെ പരിശുദ്ധാത്മാവ് നമ്മുടെ അരികിൽ തന്നെയുള്ള ഞാൻ നന്ദി പറയുന്നു. ഹല്ലേലൂയ. പിതാവ്, ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും സഭയായി ആത്മീയ കുടുംബമായി കടന്നു വരികയാണ്. അവിടുത്തെ ആത്മാവ് ഞങ്ങളെ പഠിപ്പിക്കുന്ന നിത്യത മുതൽ നിത്യത വരെ എന്നുള്ള ആ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ മറഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങളൊക്കെ കർത്താവിൻ്റെ രാത്രിയിലും ഞങ്ങളെ കൂടുതൽ പഠിപ്പിക്കുവാൻ ഞങ്ങൾ അങ്ങയുടെ പരിശുദ്ധാത്മാവിൽ ശരണപ്പെടുകയാണ്. കർത്താവ് ഞങ്ങളുടെ ഹൃദയങ്ങളിലെ ശാന്തമാക്കി തരുവാൻ ജോലി ഭാരത്താലും മറ്റു വ്യത്യസ്തമായ ഭാരങ്ങളാലും ഓടി വന്നവർ ഞങ്ങളെല്ലാവരും ഇന്ന് രാത്രി എല്ലാ ഹൃദയങ്ങളെയും അങ്ങ് ശാന്തമാക്കി തരുവാൻ ഞങ്ങൾ ഒരുമിച്ച് സ്വർഗത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ ജീവന്റെ വചനങ്ങൾ കർത്താവ് 1000 പൊൻവെള്ളി നാണയത്തെക്കാൾ യഹോവേ അവിടുത്തെ ന്യായപ്രമാണം എത്ര വിലയേറിയെന്ന് പറഞ്ഞ് ആ വചനം ഞങ്ങളുടെ നല്ല നിലത്തിൽ വീഴുവാൻ, അതിനെ തുച്ഛീകരിക്കാതെ
ആ 100 മിനി വിളിയാൻ തക്ക വേണം ഞങ്ങളുടെ ഹൃദയങ്ങളിലെല്ലാം ശാന്തമാക്കി തന്നിരിക്കാൻ നന്ദി പറയുന്ന കർത്താവേ. ഇവിടെ വന്ന എല്ലാവരും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഞങ്ങളുടെ നടുവിൽ കർത്താവുണ്ട്. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത്. ഇന്ന് അനുഭവിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. നാം കഴിഞ്ഞ കുറച്ച് നാളുകളായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം നിത്യത മുതൽ നിത്യത വരെ എന്ന ക്ലാസ്സാണ് നമ്മൾ കണ്ടത്. നമ്മൾ അവസാനിപ്പിച്ചത് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. പിശാചിൻ്റെ വീഴ്ചയെക്കുറിച്ചും അല്ലേ നമ്മൾ കണ്ട കാര്യമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കണ്ടു ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്നത് ദൈവത്തിന് ഒരുപറ്റം പുത്രിപുത്രന്മാർ വേണം. ഇതിൽ നിന്ന് ഇതൊഴിച്ച് ബൈബിൾ വേറെ ഒന്നുമില്ല. ഇതാണ് മെയിൻ കോർ. നമ്മുടെ തിരുവചനത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ വാക്യം ഇതാണ്. ദൈവത്തിന് ആഗ്രഹം ഇതാണ്. ദൈവം നമ്മെ അവൻ്റെ പുത്രിപുത്രന്മാരെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇത് വിട്ടുപോയാൽ നമുക്ക് ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ക്രിസ്തുവായിട്ടോ ബൈബിളിലെ വാക്യങ്ങളായിട്ടോ ഒരു ബന്ധം നമുക്കുണ്ടാകത്തില്ല. അതുകൊണ്ട് ഇതിനു വേണ്ടിയാണ് നമ്മുടെ ഈ ചെറിയ ജീവിതം, ഈ ചെറിയ ആയുസ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ദൈവം ആദ്യം ഭൂമിയിലല്ല, ആദ്യം ഈ ശൂന്യമായ പ്രപഞ്ചത്തിൽ ആദ്യമായി ദൈവം സൃഷ്ടിച്ചത് ദൂതന്മാരെയാണെന്ന് നമ്മൾ കണ്ടായിരുന്നു. അതിനുശേഷം ദൂതന്മാരെ എന്തിനാ സൃഷ്ടിച്ചത്? ദൈവത്തിനും മനുഷ്യർക്കും സേവ ചെയ്യാൻ വേണ്ടി ദൈവം തന്റെ ദൂതന്മാരെ സൃഷ്ടിച്ചു എന്ന് നമുക്ക് കണ്ടായിരുന്നു. അതിനുശേഷം ദൈവം ആകാശത്തിൽ ഒരുപാട് കോടിക്കണക്കിന് നക്ഷത്ര സമൂഹങ്ങളെ സൃഷ്ടിച്ചതായിട്ട് നമ്മൾ പഠിച്ചായിരുന്നു. എന്നിട്ട് ആ നക്ഷത്രങ്ങളുടെ ഇടയിൽ ദൈവം ഭൂമിക്ക് വൃത്തം വരച്ചു എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ പ്രഭാത നക്ഷത്രങ്ങൾ ആർത്തുഘോഷിച്ചു എന്ന് നമ്മൾ അവിടെ വായിച്ചായിരുന്നു. കാരണം ദൈവദൂതന്മാർക്കെല്ലാം ജോലി കിട്ടാൻ പോകുന്നു എന്ന് കണ്ടായിരുന്നു. ദൈവം ഭൂമിയെ സൃഷ്ടിച്ച ശേഷം ആ ഭൂമിയിലേക്ക് ദൈവം പലപ്പോഴും ഇറങ്ങി വരുമായിരുന്നു. ആ ഇറങ്ങി വരുമ്പോഴൊക്കെയും ദൈവത്തിൻ്റെ കൂടെ കെരൂബെന്ന് പറയുന്ന ഈ ലോകത്തിലായിരിക്കുന്ന സാത്താൻ എന്ന് പറയുന്ന ആ കെരൂബ് ആ ദൈവത്തിലൂടെ എപ്പോഴും ഇറങ്ങി വരുന്ന ഒരു സമയമായിരുന്നു ആ കാലഘട്ടം. അങ്ങനെ ഈ കെരൂബെന്ന് പറയുന്ന ഇവൻ 5 പ്രാവശ്യം ഹൃദയത്തിൽ ഞാനെന്ന് ദൈവത്തോട് മത്സരിച്ചപ്പോൾ ദൈവം അവനെ സപ്പോർട്ട് ചെയ്ത 1/3 ഭാഗം ദൂതന്മാരെയും വിട്ട് താഴേക്കിട്ടു എന്ന് നമ്മൾ കണ്ടായിരുന്നു. അവർ നേരെ വന്ന് വീണത് ആ പുരാതന ഭൂമി ദൈവം സൃഷ്ടിച്ച് ദൈവം അവിടെയാണ് മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ആ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഭൂമിയെ തകർത്ത് തരിപ്പണമാക്കി എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളേറെയായി നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. എന്നിട്ട് ദൂതന്മാരെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് രണ്ടാമതൊരു രക്ഷയെക്കുറിച്ച് അവർക്കില്ല. കാരണം അവരെ ദൈവം സൃഷ്ടിച്ച് വെച്ചിരുന്നത് പെർഫെക്റ്റ് ജീവികളായിട്ടാണ് ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത്. മറന്നുപോയി നിങ്ങൾ? ദൈവം ദൂതന്മാരെ സൃഷ്ടിക്കുമ്പോൾ അവർ സ്പിരിച്വൽ ബീയിങ്, അവരുടെ ജോലിയിൽ അവർ യോഗ്യന്മാരായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത് എന്ന് അതിനെക്കുറിച്ചൊക്കെ യിരെമ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് നമ്മൾ ഒരുപാട് വാക്യങ്ങൾ കണ്ടായിരുന്നു. നമ്മൾ അതിനുശേഷം വീണുപോയ പെർഫെക്റ്റായിട്ട് സൃഷ്ടിക്കപ്പെട്ട ദൂതന്മാർ വീണുപോയത് കൊണ്ട് ദൈവം അവർക്ക് വേണ്ടി നരകം സൃഷ്ടിച്ചു വെച്ചു എന്ന് മത്തായി 25-ാം അധ്യായം 41-ാം വാക്യത്തിൽ നമ്മൾ അതും വായിച്ചായിരുന്നു അല്ലേ? ഹല്ലേലൂയ. അവരുടെ സൃഷ്ടിപ്പ് പെർഫെക്റ്റ് ആയതുകൊണ്ട് ജോലിയോടുള്ള ബന്ധത്തിൽ എല്ലാ വിഷയത്തിലുമല്ല. ഇപ്പം ജലത്തിൻ്റെ മേൽ അധികാരമുള്ള ദൂതന്മാരുണ്ട്, അഗ്നിയുടെ മേൽ അധികാരമുള്ള ദൂതന്മാരുണ്ട് അല്ലേ? ദൂതുവാഹികളായ ദൂതന്മാരുണ്ട്, യുദ്ധം ചെയ്യാൻ വേണ്ടി പോകുന്ന മിഖായിലെ പോലുള്ള ദൂതന്മാർ. ഒട്ടനവധി ജോലിയോടുള്ള ബന്ധത്തിൽ അവരെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. എൻ്റെ വാക്ക് ശ്രദ്ധിക്കണം. പെർഫെക്ഷൻ എന്ന് പറയുന്നത് അവരുടെ ജോലിയോടുള്ള ബന്ധത്തിൽ അവർ പക്കയായിരുന്നു. അതുകൊണ്ട് അവരെ ദൈവം സൃഷ്ടിക്കുമ്പോൾ അങ്ങനെ സ്പിരിച്വൽ ബീയിങ്ങായി പെർഫെക്റ്റായിട്ട് സൃഷ്ടിച്ചത് കൊണ്ട് അവർ വീണുപോയപ്പോൾ അവരെ വീണ്ടും തിരിച്ചു മനഞ്ഞു പണിയുവാൻ ദൈവത്തിന് കഴിയത്തില്ല. അതുകൊണ്ടാണ് ദൈവം അവർക്ക് വേണ്ടി നരകത്തെ സൃഷ്ടിച്ചതെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച മത്തായി 25-ാം അധ്യായം 41-ാം വാക്യത്തിൽ നമ്മൾ കണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവം അല്പം താഴ്ത്തി, ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തി, ദൈവത്തെക്കാൾ അല്പം താഴ്ത്തി ദൈവം മനുഷ്യനെ സൃഷ്ടിക്കാൻ കാരണം പെർഫെക്റ്റായിട്ട് സൃഷ്ടിക്കപ്പെട്ട ദൂതന്മാർ വീണുപോയി. അവരെ നരകത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഞാൻ സൃഷ്ടിക്കാൻ പോകുന്ന എൻ്റെ ഞാൻ സൃഷ്ടിക്കാൻ പോകുന്ന മക്കൾ വീണുപോയാലും അവരെ വീണ്ടും മെനഞ്ഞെടുത്ത് ദൈവത്തിന് വീണ്ടും പണിയാൻ കഴിയുമെന്നൊക്കെ യിരെമ്യാ പ്രവാചകനിലൂടെ നമ്മൾ കണ്ടായിരുന്നു അല്ലേ? അതുകൊണ്ട് ദൈവം മനുഷ്യനെ അല്പം താഴ്ത്തി. എന്താ അല്പം താഴ്ത്തിയത്? എന്താ പഠിച്ചതാ ഇവിടെ? നമ്മൾ ദൈവത്തെക്കാൾ അല്പം താഴ്ത്തി, ദൂതന്മാരെ അല്പം താഴ്ത്തി എന്നൊക്കെ എബ്രായ ലേഖനത്തിൽ സംഘത്തിൽ നമ്മൾ പഠിച്ചതാ. എന്താണ് മനുഷ്യന്റെ താഴ്ച? എന്താണ്?
ശരീരം അല്ലേ. ഈ ബാക്കി 66 മനുഷ്യന് 3 ഭാഗമുണ്ട്. അതിൽ ആത്മാ ദേഹി ദേഹത്തിനും 33.3% ആത്മാവും 33.33% ദേഹിയും ബാക്കി 33.33% നമ്മുടെ മണ്ണുമാണ്. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ബാക്കി 2 മനുഷ്യൻ്റെ യഥാർത്ഥമായ മനുഷ്യൻ അദൃശ്യനാണ്. കഴിഞ്ഞ 25 ക്ലാസ്സിൽ നമ്മൾ പഠിച്ചവർക്ക് അറിയാൻ കഴിയും, മനുഷ്യൻ അദൃശ്യനായ മനുഷ്യനാണ്. ഇതിനകത്ത് കിടക്കുകയാണ്. അവന് മരണമില്ല, പക്ഷെ സൃഷ്ടിപ്പുണ്ട്. പഠിച്ചത് ഓർത്ത് കാണും അല്ലേ? സൃഷ്ടിപ്പുണ്ട്. അവന് മരണമില്ലാത്തവനാണ്. അവന് ഭൂമിയിൽ അവൻ പാപം ചെയ്ത് വീണു പോകുമെന്ന് ദൈവം അറിഞ്ഞതുകൊണ്ട് വീണ്ടും അവനെ പണിതെടുക്കാൻ വേണ്ടിയാണ് നമുക്ക് താഴ്ചയുള്ള ശരീരം ദൈവം തന്നിരിക്കുന്നത്. ഈ പൊടി കൊണ്ടുണ്ടാക്കിയ അല്ലേ താഴ്ചയുള്ള ശരീരം ദൈവം നമുക്ക് നൽകിയത് വീണു പോകുമെന്ന് അവൻ്റെ സർവ്വജ്ഞാനത്തിൽ ദൈവത്തിന് അറിയാമായിരുന്നു അല്ലേ? അവൻ്റെ പേര് തന്നെ സർവ്വജ്ഞാനിയെന്നാണ്. പല പേരുകളിൽ ഒരു പേര് സർവ്വജ്ഞാനി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ അവസാനം പോലും, എൻ്റെ അവസാനം പോലും അറിയാൻ കഴിയുന്നവനാ നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ദൈവം അറിഞ്ഞതുകൊണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അല്പം താഴ്ത്തി മണ്ണുകൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടായിരുന്നു. ഹല്ലേലൂയ. 5 തരം ഭൂമിയെക്കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു. ഹല്ലേലൂയ. ബാക്കി 7 ദൈവം ഈ ഭൂമിയെ സൃഷ്ടിക്കാൻ തുടങ്ങിയല്ലേ? ദൈവം ഉൽപ്പത്തി 1:1 ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഉൽപ്പത്തി 1:2 ഭൂമി പാഴും ശൂന്യമായി പോയി. ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൽ ഒരിക്കലും പാഴും ശൂന്യമില്ല എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടായിരുന്നു അല്ലേ? ആ 1-ാമത്തെ വാക്യവും 2-ാമത്തെ വാക്യം തമ്മിൽ എത്ര വർഷങ്ങൾ അന്തരമുണ്ടെന്ന് ആർക്കും ഒന്നും അറിയത്തില്ല. അതിനുശേഷം വാക്യം 3 മുതൽ ഉൽപ്പത്തി 1:3 മുതലാണ് വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി, ഈ കാണുന്ന ഭൂമിയുടെ റെനോവേഷൻ ആരംഭിച്ചത്, പ്രവൃത്തി ആരംഭിച്ചതെന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. ഈ ഭൂമിയുടെ ആയുസ് 7000 വർഷം മാത്രമാണെന്നും നമ്മൾ കഴിഞ്ഞ പഴയ ക്ലാസ്സുകളിലൊക്കെ സമയത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ നമുക്കറിയാൻ കഴിയും. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് അവസാനിപ്പിച്ചത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിനെ കുറിച്ചാണ്. ഇപ്പം നമ്മൾ എവിടെ വന്നിരിക്കുന്നത്? അനാദി തൊട്ട് പഠിച്ച് വന്നിട്ട് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു, ദൂതന്മാർ വീണുപോയി. അതിനുശേഷം ഇപ്പോൾ ദൈവം ആ പാഴും ശൂന്യമായ ഭൂമിയെ വീണ്ടും പുതുക്കി പണിത ശേഷം അതിലേക്ക് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു എന്നതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് അവസാനിപ്പിച്ചതല്ലേ? ദൈവം അല്പം താഴ്ത്തി മണ്ണുകൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് നമ്മൾ കണ്ടായിരുന്നു. അവന് ശരീരമുണ്ട്, ഒരു ദേഹിയുണ്ട്, ഒരു ആത്മാവുണ്ട് അല്ലേ? ദൈവം ത്രിയേകനായിരിക്കുന്നത് പോലെ ഉൽപ്പത്തി പുസ്തകം 1:26 എന്താ? നമുക്ക് നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ആരെ സൃഷ്ടിക്കാം? മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന് ദൈവം പറഞ്ഞു. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും. ദൈവത്തിൻ്റെ സ്വരൂപം എന്താ? നീതിയും വിശുദ്ധിയും എന്ന വാക്യം ഏതാ? എഫേസ്യർ 4:23-24 വാക്യം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ നീതിയും വിശുദ്ധിയുമാണ് അല്ലേ ദൈവത്തിൻ്റെ സ്വരൂപമെന്ന് പറഞ്ഞത്. ദൈവത്തിൻ്റെ സാദൃശ്യം എന്താ? ഞാൻ വീണ്ടും ചോദിക്കുന്നത്, നമ്മുടെ അകത്തുണ്ടെങ്കിലേ നമുക്ക് മറ്റുള്ളവരോട് പറയാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന് സ്വരൂപത്തിലും സാദൃശ്യത്തിലും എന്ന് പറഞ്ഞാൽ സ്വരൂപവും നീതി വിശുദ്ധിയുമെന്ന് കണ്ടു. സാദൃശ്യം എന്താ? ദൈവം ത്രിയേകനായിരിക്കുന്നത് പോലെ, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവെന്ന ഏക വ്യക്തിയായിരിക്കുന്നത് പോലെ തന്നെ ദൈവം എന്നെയും നിങ്ങളെയും അല്ലെങ്കിൽ ആദമിനെ കരങ്ങൾ കൊണ്ട് മെനയുമ്പോൾ അവന് 3 ഭാഗങ്ങളുണ്ട്. എന്തൊക്കെയാ? ആത്മാ, ദേഹി, ദേഹം. എന്നാൽ സൃഷ്ടിപ്പിൽ അവൻ ഒരുവനാ. എൻ്റെയും നിങ്ങളുടെയും അകത്ത് രണ്ട് വ്യക്തികളുണ്ട് ഇതിനകത്ത്, ദേഹിയും ആത്മാവും. എന്നാൽ സൃഷ്ടിപ്പിൽ എന്നെ കാണുമ്പോൾ നിങ്ങൾ എത്രയായിട്ട് കാണുന്നത്? 3 ആയിട്ട് കാണുന്നെങ്കിൽ നമ്മുടെ കണ്ണ് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും കുറേ. ഞാൻ ഏകനാണ്. അതാണ് ദൈവം ഏകനാണ്. ഏകനായ ദൈവം 3ആയി മാറിയതാണ്. അതെന്താന്നുള്ള വേറെ മർമ്മങ്ങളാണ്. ഇന്ന് രാവിലെ നമ്മുടെ ചർച്ചിലെ സഹോദരിയാണ് എനിക്ക് ഒരു ചോദ്യം അയച്ചത്. ആരുണ്ടൊക്കെയോ പുള്ളിക്കാരത്തി തെറ്റായി എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു, ചോദ്യങ്ങൾക്ക് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു. ഉൽപ്പത്തി പുസ്തകം 1:26 നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും അല്ലേ? നാം നമ്മുടെ എന്ന വാക്ക് അല്ലേ? നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് വേറെ ആരുമല്ല, ദൈവം ത്രിയേക ദൈവമാണ് മനുഷ്യനെ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു കൊടുത്തു. ഞാൻ അത്രയും വിട്ടു, ഞാൻ അപ്പോൾ വിട്ടു. പക്ഷേ പുള്ളിക്കാരത്തി അദ്ദേഹത്തെ വിളിച്ച് ആ വ്യക്തിയെ വിളിച്ച കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അല്ലല്ല, നാം നമ്മുടെ എന്ന് പറയുന്നത് ത്രിയേക ദൈവമല്ല. യോഹന്നാൻ 1:1 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിൻ്റെ കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന വചനമായിരുന്നു എന്ന് പറഞ്ഞു. എന്നെ വീണ്ടും മെസ്സേജ് വിട്ട് എനിക്ക് വാട്സപ്പിൽ. ഞാൻ പറഞ്ഞ ശരി തന്നെയാണ്, അവർ പറഞ്ഞ തെറ്റൊന്നുമില്ല, ശരി തന്നെയാണ്. പക്ഷേ അവർക്കറിയാതെ പോയത് ആ വചനമാകുന്ന യേശു ആരാന്നറിയാമോ? വചനം. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം
അല്ല സോറി, വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നു, അവൻ്റെ പേരോ പറ ദൈവവചനമെന്നാകുന്നു. മനസ്സിലാവുന്നുണ്ടോ? ദൈവം സംസാരിച്ച വാക്കുകൾ കൈയും കാലും മൂക്കും നാക്കും തൊലിയൊക്കെ വെച്ച് ഭൂമിയിൽ നടന്നാണ് യേശു ദൈവപുത്രനായിട്ട്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതിന് മനസ്സിലാവേണ്ടത്. വീണ്ടും അഴച്ചു കൊടുത്തു. അവർ പറഞ്ഞു അല്ല അവർ എന്താ പറയുക, ദൈവമല്ല, അത് വചനം തന്നെയാണെന്ന് പറഞ്ഞു. പിന്നീട് എനിക്ക് കുറച്ച് പറയേണ്ടി വന്നു. പിന്നീട് ഈ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം ഈ 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പിശാച് ഹവ്വയോട് പറയുന്നുണ്ട്, ഇത് കഴിച്ചാൽ ദൈവത്തെ പോലെ ആകുമെന്ന് ദൈവം അറിഞ്ഞത് കൊണ്ട് ഇത് കഴിക്കരുത് നിങ്ങൾ പറയുന്നതൊക്കെ പറഞ്ഞു. വാക്യം 3:22 പറയുന്നു, എന്താ പറയുന്നത്, പാപം ചെയ്ത മനുഷ്യനെ നോക്കി ദൈവം പറയുക, നിങ്ങൾ നമ്മെപ്പോലെ ഒരുവനായി തീർന്നു. അപ്പോൾ അവിടെ പറഞ്ഞ നാം എന്ന് പറയുന്നത് വചനമായിരുന്നെങ്കിൽ നമ്മൾ വചനത്തെ പോലെ ആയിത്തീർന്നു എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? നമ്മൾ ജീവിക്കുന്നത് വചനമായി തീരാൻ വേണ്ടിയാ. വചനം പ്രസംഗമല്ല, വചനം ജീവിതമായി തീരാൻ വേണ്ടി, എൻ്റെ ജീവനായി മാറാൻ വേണ്ടി നമ്മൾ അതിനു വേണ്ടിയായിരിക്കുന്നത്. ദൈവജീവൻ പ്രാപിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മെപ്പോലെ ഒരുവനായി തീർന്നു എന്ന് പറഞ്ഞാൽ അത് വചനമല്ല. മനസ്സിലാവുന്നുണ്ട്? ദൈവത്തെ പോലെ മനുഷ്യനായി തീർന്നു. എന്താ ഇപ്പോൾ ഇവിടെ പഠിച്ചത് നമ്മൾ? എന്താ മനുഷ്യൻ ദൈവത്തെ പോലെ ആയി തീർന്നു എന്ന് ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തിയത് പഠിച്ചത്. ദൈവത്തിന് അർത്ഥം തന്നെ ശക്തൻ എന്ന അർത്ഥം. ദൈവത്തിന് അർത്ഥം തന്നെ ശക്തൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് എല്ലാം തീരുമാനിക്കാൻ കഴിയും. എല്ലാത്തിൻ്റെ ഉറവിടം, ആരംഭവും എല്ലാം ദൈവം തന്നെ ആയിരിക്കണം. അതാണ് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. എല്ലാത്തിൻ്റെയും, നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിൻ്റെയും ആരംഭം ദൈവമായിരിക്കണം, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ നിന്നായിരിക്കണം നമ്മുടെ എല്ലാത്തിൻ്റെയും ആരംഭം. അല്ലാത്തതൊന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല. എൻ്റെ ഹൃദയത്തിൽ സ്വയത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ അത് എൻ്റേത് മാത്രമാണ്. മനസ്സിലാവുന്നുണ്ട്? അതുകൊണ്ട് ദൈവം പറയുക, ഇനി ദൈവമില്ലെങ്കിലും മനുഷ്യന് കുഴപ്പമില്ല, അവൻ സ്വയമായി തീരുമാനിച്ച് ചെയ്തോളും. അതാ പറഞ്ഞതിൻ്റെ അർത്ഥം, അല്ലേ? ഇടയ്ക്കൊക്കെ നമ്മൾ അങ്ങനെ ആകാറില്ലേ? യെസ്, നമ്മൾ അതുലാകാറുണ്ട്, അല്ലേ? ദൈവത്തെ കൂടാതെ തീരുമാനമെടുക്കാൻ തക്കവണ്ണം മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ആയിപ്പോയതാ. അതാ യഥാർത്ഥമായ കാര്യം. എന്നിട്ടും സംശയം മാറില്ല. അവർ പിന്നെയും വന്നു. പിന്നെ ഞാൻ പറഞ്ഞു, എന്താ പറയുക, ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ ബാബേൽ ഗോപുരം മനുഷ്യൻ പണിയുമ്പോൾ ദൈവത്തെ കൂടാതെ പണിയുമ്പോൾ, അതാണ് നല്ല വാക്കല്ലേ? ബാബേൽ ഗോപുരം ദൈവത്തെ കൂടാതെ മനുഷ്യൻ പണിയാൻ തുടങ്ങി. എവിടം വരെ ഉയരമുള്ളതാ? ചോയ്സ് ടവർ പോലെ 40 നിലയല്ല, പിന്നെ എവിടെയാ? സ്വർഗത്തോളം, ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിയാമെന്ന് പറഞ്ഞ് ദൈവത്തെ കൂടാതെ മനുഷ്യൻ പണി ആരംഭിച്ചു. മനുഷ്യൻ വിചാരിച്ചു ഞങ്ങളൊക്കെ സ്വർഗം വരെ എത്തിയെന്നല്ലേ? പക്ഷെ ദൈവം പറയുക, നമുക്ക് ഇറങ്ങിച്ചെല്ലാമെന്നാണ് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ബുദ്ധി ഒന്നുമല്ല. സ്വർഗത്തോളം എത്തിയെന്നൊക്കെ മനുഷ്യൻ വിചാരിക്കുമ്പോൾ ഒന്നുമല്ല അവനൊക്കെ മനുഷ്യൻ സംബന്ധിച്ചോളം. അത് മനുഷ്യൻ്റെ ബുദ്ധിയാണ്. ദൈവം താഴേക്ക് ഇറങ്ങി നമുക്ക് താഴേക്ക് ഇറങ്ങി വന്ന് നോക്കാമെന്ന് പറയുന്നത്, അല്ലേ? അവിടെയെല്ലാം ആരാ നമുക്ക്? ത്രിയേക ദൈവം തന്നെയാണ്. ഇതറിയണമെങ്കിൽ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ ഒരു വാക്യം പറയുന്നുണ്ട്, ലോകസ്ഥാപനം മുതൽ അർക്കപ്പെട്ട കുഞ്ഞാട്. വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? വായിച്ചിട്ടുണ്ടോ? അപ്പോൾ ലോകം ആരംഭത്തിൽ തന്നെ ദൈവം പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തെ വിട്ടു പോകുമെന്ന് ദൈവം സർവ്വജനത്തിൽ അറിഞ്ഞത് കൊണ്ടാണ് അന്ന് തന്നെ ദൈവം 3ആയി മാറിയത്. പിന്നീട് മനുഷ്യന് വേണ്ടി ദൈവം ഒരുമിച്ച് നിന്ന പ്രവൃത്തി, 3ഉം ഒരുമിച്ച് നിന്ന പ്രവൃത്തി. അതുകൊണ്ടാ നമുക്ക് നമ്മുടെ അവിടെ മുതലെല്ലാം ദൈവം ഒരുമിച്ച് പ്രവർത്തിക്കുക. ത്രിയേക ദൈവം മനസ്സിലാകാത്ത പോലെ ഇരിക്കുന്നത്. ഒരുമിച്ച് പ്രവർത്തിക്കുക ദൈവം. എവിടം വരിക? സ്ഥാനപ്പെടുമ്പോഴും പിതാപുത്ര പരിശുദ്ധ നാമത്തിൽ, അല്ലേ? നാമങ്ങളിൽ അല്ല, നാമത്തിൽ ഏകവചനം. അപ്പോൾ അവിടെയൊക്കെ ഏകനായ ദൈവം 3ആയി പ്രവർത്തിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 1-ാം വാക്യത്തിൽ, അല്ലേ? കുഞ്ഞാടിൻ്റെയും ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനങ്ങളിൽ നിന്നല്ല, സിംഹാസനത്തിൽ ഒരു സിംഹാസനമേ ഉള്ളൂ. എല്ലാം അവസാനിക്കുമ്പോൾ ഒരൊറ്റ സിംഹാസനമായി മാറ്റപ്പെടുകയാണ്. ഇത് യഥാർത്ഥമായ ദൈവത്തിൻ്റെ പ്രൊജക്റ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? ദൈവീ പ്രൊജക്റ്റിനെ കുറിച്ച് നമുക്ക് അറിയുന്നില്ലെങ്കിൽ ഇതുപോലെ സംശയങ്ങൾ നമുക്കുണ്ടായേക്കാം. മനസ്സിലാത്ത പോലെ ഇരിക്കുന്നില്ല അവർ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അപ്പോൾ നമ്മളിത് കണ്ടതാണ്, ദൈവം മനുഷ്യനെ 3ആക്കി സൃഷ്ടിച്ചു. ദൈവം ത്രിയേകനായിരിക്കുന്നത് പോലെ എൻ്റെയും നിങ്ങളുടെയും സൃഷ്ടിപ്പിൽ ദൈവത്തിൻ്റെ സാദൃശ്യമുണ്ട്. എന്നാൽ ലോകത്തിലെ ബാക്കി സകല സൃഷ്ടിപ്പും, മനുഷ്യനൊഴിച്ച് പട്ടി, പൂച്ച, കോഴി, താറാവ്, മൃഗങ്ങൾ, പക്ഷി, ഇഴജാതി, എല്ലാത്തിനും എന്തുണ്ട്? എല്ലാത്തിനും എന്തില്ല? ആത്മാവില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ഭാഗമായ, ആത്മാക്കളുടെ പിതാവായ ദൈവത്തിൻ്റെ ഭാഗമായ ആത്മാവ് നമുക്ക് മാത്രമേ ഉള്ളൂ.
ആത്മാവുള്ള 5-6 പേര് ഹല്ലേലൂയ പറഞ്ഞല്ലേ, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ആത്മാവ്, ആ ദൈവത്തിന് ആത്മാവിൻ്റെ ഒരു തുടിപ്പാണ്, ഒരു ഭാഗമാണ് നമ്മുടെയൊക്കെ അകത്തുള്ളത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് സന്തോഷമാണ് വരേണ്ടത്. കഥാ നിങ്ങളെ സഹായിക്കട്ടെ. വരും ദിവസങ്ങളിൽ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തരും. നിൻ്റെ വെളിപ്പാടുകളൊക്കെ നിങ്ങൾക്ക് വെളിപ്പാടാവുമ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങളുടെയൊക്കെ സന്തോഷവും ആനന്ദമൊക്കെ വെളിപ്പെട്ട് വരും. ഓക്കെ, ദൈവം മനുഷ്യന് മുമ്പിൽ 3 തരം വൃക്ഷങ്ങൾ വെച്ചു. നമ്മൾ അല്പമായി ചിന്തിച്ചായിരുന്നല്ലേ? എന്തൊക്കെയാ? സകലവിധ ഫ്രൂട്ടുകൾ തരുന്ന വൃക്ഷം. എന്തിനു വേണ്ടിയാ? ഏദൻ തോട്ടത്തിൽ ദൈവം അല്ലെങ്കിൽ ഭൂമിയിൽ സകലവിധ ഫലങ്ങൾ നൽകുന്ന ഓറഞ്ച്, മുന്തിരി, ആപ്പിൾ അല്ലെ എല്ലാം തരുന്ന വൃക്ഷങ്ങൾ ദൈവം സൃഷ്ടിച്ചു. എന്തിനു വേണ്ടി? ചമ്പക്കര അല്ലെ നെട്ടൂർ മാർക്കറ്റ് ഫ്രൂട്ട്സ് കച്ചവടം നടത്താൻ വേണ്ടിയാ? പറ. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവന് 3 ഭാഗമുണ്ട്. ഒരു ഭാഗം ഭൂമിയിൽ നിന്ന് എടുത്തതാ. ഞാൻ പറഞ്ഞ ഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ ഒരു ഭാഗം ഈ പൊടിയിൽ നിന്ന്, ഈ കാണുന്ന സമയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ദൈവം എടുത്തതാ. ആണോ? അതിന് ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെടുന്നത് എന്തെങ്കിലും വേണം. ആണല്ലോ. ബാക്കിയുള്ള 2 ഭാഗങ്ങളും അദൃശ്യമാണ്. അത് ഈ ലോകമായിട്ട് ഒരു ബന്ധവുമില്ല. ക്ലിയർ ആണല്ലോ. അതുങ്ങൾക്ക് ആവശ്യം, അതിനാവശ്യം എന്നറിയാമോ? ദൈവത്തിൻ്റെ വചനം, അദൃശ്യമായ ഭക്ഷണങ്ങൾ അതിനാവശ്യം. യോഹന്നാൻ 1-ാം അധ്യായമൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ കഴിയൂലേ? ഓക്കെ, ഞാൻ വിടുകയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് വേണ്ടി സകലവിധ ഫ്രൂട്ടുകൾ തരുന്ന വൃക്ഷം, നടുക്ക് ജീവന്റെ വൃക്ഷം എന്ന് പറയുന്ന ഒരു ഫലമുള്ള വൃക്ഷം വെച്ചിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാ? ആത്മാവിന്. നമ്മുടെ അകത്തൊരു ആത്മാവുണ്ട്. ആത്മാക്കളുടെ പിതാവായ ആത്മാവ് അല്ലേ ദൈവം? ആത്മാവുണ്ട് അകത്ത്. ദൈവാത്മാവല്ല, മനുഷ്യാത്മാവ് അല്ലേ? ചെറിയ ബൈബിൾ പഠിക്കുമ്പോൾ ചെറിയ സ്മോൾ ലെറ്റർ എസ് വരുന്നിടത്തൊക്കെ എന്താ? മനുഷ്യാത്മാവ്. ക്യാപിറ്റൽ എസ് വരുന്നിടത്തൊക്കെ അത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് പറിച്ചു കഴിച്ച് ദൈവജീവങ്ങളിലേക്ക് വളരണമായിരുന്നു. പക്ഷെ ആ ഭാഗത്തെ കൂടി മനുഷ്യൻ പോയില്ല. അത് വേറെ കാര്യം അല്ലേ? അടുത്തത് നന്മ തിന്മ വൃക്ഷത്തിൻ്റെ ഫലം വെച്ചു. ഇതിനു വേണ്ടിയാ? ദേഹി. അവിടെയാണ് എന്തിരിക്കുന്നത്? പണ്ട് പഠിച്ചതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മനുഷ്യനെ കുറിച്ച്. മനുഷ്യന്റെ ദേഹിയിൽ എന്താ ഇരിക്കുന്നത്? 3 ഭാഗങ്ങൾ എന്തൊക്കെയാ മനുഷ്യൻ ദേഹിയുടേത്? വികാരങ്ങൾ. നമുക്കത് മാത്രം എടുക്കാം. ഇച്ഛാശക്തി, മനസ്സല്ലെങ്കിൽ ബുദ്ധി, വികാരങ്ങൾ, നമുക്ക് ഇച്ഛ മാത്രം എടുക്കാം. ഇച്ഛാശക്തി മനുഷ്യൻ ദേഹിയിലായിരിക്കുന്നത്. അവിടെയാണ് മനുഷ്യൻ സ്വയം തീരുമാനമെടുക്കേണ്ടത്. ആണോ? എനിക്ക് വേണമെങ്കിൽ ജീവന്റെ വൃക്ഷത്തിൽ നടുക്കെന്ന് കഴിക്കാം അല്ലേ? ഞാൻ ഈ നടുക്കുന്നത് കാണിച്ചു മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ നടുക്കല്ല, വെറുതെ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കഴിക്കാം. എനിക്ക് ഇല്ലെങ്കിൽ ദൈവം കഴിക്കരുതെന്ന് പറഞ്ഞ കാര്യം എനിക്ക് കഴിക്കാം. ഇതെവിടെയായിരിക്കുന്നത്? എൻ്റെ ഏത് ഭാഗത്തിരിക്കുന്നത്? ദേഹിയിലെ ഇച്ഛാശക്തിയിൽ ഇരിക്കുകയാണ്. അന്നും ഇന്നും എന്നും. അതാണ് ദൈവത്തിൻ്റെ സൃഷ്ടിപ്പ്. മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ഒരു ഡമ്മികളായിട്ടല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഇച്ഛാശക്തിയോടെ നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, അപ്പോൾ മനുഷ്യൻ അവൻ്റെ ദേഹിയിൽ തീരുമാനമെടുത്തു. സ്വയം അല്ലേ? അവൻ തീരുമാനമെടുത്തു. എനിക്ക് ദൈവത്തെ വേണ്ട അല്ലേ? ദൈവം കൽപ്പിച്ചത് വേണ്ട. അല്ലെങ്കിൽ ഒറ്റ വിധത്തിൽ പറഞ്ഞാൽ ദൈവം ഒരു വചനം പറഞ്ഞു, ഒരു വാക്ക് പറഞ്ഞു, തിന്മയുടെ വൃക്ഷത്തിൻ്റെ ഫലം കഴിച്ചാൽ മരിക്കും നിശ്ചയമെന്ന് വചനം പറഞ്ഞു. അതിനെ അനുസരിക്കാമായിരുന്നു ഇവർക്ക് വേണമെങ്കിൽ അല്ലേ? അതിൻ്റെ പേരാ വിശ്വാസം. അതിൻ്റെ പേരാ. എന്നാൽ വേറൊരുത്തൻ പറഞ്ഞു ഇത് കഴിച്ചാൽ ദൈവത്തെ പോലെയാകാമെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തെ അവിശ്വസിച്ച് സാത്താൻ്റെ വാക്കുകളെ വിശ്വസിച്ചതാണ് പ്രശ്നമുണ്ടാകാൻ കാരണം. അന്നും ഇന്നും അതിനെക്കുറിച്ച് ഈ 2 തരം വൃക്ഷത്തെക്കുറിച്ച് ജ്ഞാനം പ്രാപിക്കാൻ കാമ്യം ഇല്ലേ? ഇന്ന് അനേകരും ബൈബിൾ പഠിക്കുന്നത് ജ്ഞാനം പ്രാപിക്കാൻ വേണ്ടിയാ. ഒന്നും മിണ്ടുന്നില്ല. ജീവൻ പ്രാപിക്കാനാണെങ്കിൽ ഞാൻ പണ്ട് പറഞ്ഞ പോലെ നെൽക്കതിർ പോലെ ഇരിക്കും. ദൈവജനം വായിക്കുന്നതും പഠിക്കുന്നതും. ദൈവജീവൻ പ്രാപിക്കാൻ വേണ്ടിയാണെങ്കിൽ ഒരു നെൽക്കതിർ വളർന്നു വരുമ്പോൾ അതിൽ ഫലങ്ങൾ, മണികൾ എന്നല്ലേ ഫലങ്ങൾ അല്ലേ? മണികൾ അല്ലേ? മണികൾ ഇങ്ങനെ നെൽമണികൾ വളർന്നു കഴിയുമ്പോൾ അറിയാതിൻ്റെ ശിരസ് താഴേക്കാണ് പോകുന്നത്. അതാണ് യഥാർത്ഥമായ ആത്മാവിൻ്റെ ഫലമുള്ളവൻ. എന്നാൽ ജ്ഞാനം പ്രാപിക്കാൻ വേണ്ടിയാണ് വചനം വായിക്കുന്നതെങ്കിൽ കളകൾ നിൽക്കുന്നുണ്ട്. വയലിൽ കളകളുണ്ട്, പറിച്ച് തീയിലിടുന്ന കളകൾ. അതിങ്ങനെ നിൽക്കത്തുള്ളൂ, കുനിയത്തില്ല. കാരണം അത് പഠിച്ചത് മുഴുവനും എന്തിനു വേണ്ടെന്നറിയാമോ? ജീവൻ പ്രാപിക്കാനല്ല, അത് സ്വയമാണ്, ജ്ഞാനം പ്രാപിക്കാൻ വേണ്ടിയാണ്.
എനിക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് അതിനെക്കുറിച്ച് ഈ 2 വിഷയത്തെക്കുറിച്ച് ആഴമായി പഠിക്കേണ്ടതുണ്ട്. വലിയ വേറെ ക്ലാസ് അതിനെക്കുറിച്ച് അല്പമായി ചിന്തിക്കേണ്ട ആവശ്യമാണ്. ഒരുപാട് ആവശ്യമുണ്ട്. കാരണം ഇന്ന് അനേക വിശ്വാസികളും നല്ലൊരു ശതമാനം വിശ്വാസികളും ജ്ഞാനം പ്രാപിക്കാനാണ് ദൈവസന്നിധി കടന്നു വരുന്നത്. ഒന്നും മിണ്ടുന്നില്ല നിങ്ങൾ. ഓക്കെ, ഇവിടെ അനുസരണമാണ്. അനുസരണത്തിൽ തികഞ്ഞവനായി തീരുമ്പോൾ ദൈവം അവനെ സ്വർഗീയ പർദീസയിലേക്ക് മാറ്റുമായിരുന്നു. പക്ഷേ അവർ വചനം ലംഘിച്ച്, നമുക്ക് വേഗത്തിൽ വിടുവാൻ, നമ്മുടെ വിഷയത്തിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കാം. ദൈവം അവരെ ഏദൻ പർദീസയിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു എന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ് പുറത്താക്കിയത്? ദൈവസ്നേഹമാണോ, ദൈവത്തിൻ്റെ ശിക്ഷയാണോ പുറത്താക്കിയത്? മനുഷ്യൻ പാപം ചെയ്തു, അനുസരണക്കേട് കാണിച്ചപ്പോൾ ദൈവം എന്തുകൊണ്ട് മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി? ദൈവസ്നേഹം കൊണ്ടാ, അല്ലേ? ദൈവസ്നേഹം കൊണ്ടാണ് ദൈവം മനുഷ്യനെ അവിടെ നിന്ന് പുറത്താക്കിയത്. കാരണം എന്നറിയാമോ? എന്നേക്കും പാപികളായി ജീവിക്കാതിരിക്കേണ്ടതിന്, അല്ലേ? ഈ ഉൽപ്പത്തി 3:22 മുതൽ 24 വരെ പഠിക്കുമ്പോൾ യഹോവയായ ദൈവം മനുഷ്യൻ നന്മ തിന്മകളെ അറിയുവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ, ആ വാക്യം ശ്രദ്ധിച്ചോട്ടല്ലേ, ഒരുത്തനെ പോലെ ആയി തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിൻ്റെ ഫലം കൂടെ പറിച്ചു നിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത്. ഇപ്പോൾ അവൻ ആരാ? പാപിയ. പാപം ചെയ്ത് അനുസരണക്കേട് കാണിച്ച് ദൈവസന്നിധി പാപിയായി നിൽക്കുകയാ. ഇനി ഇവൻ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം കൂടി കഴിച്ച്, അല്ലേ, അവൻ എന്നേക്കും ജീവിക്കും. അപ്പോൾ നടുക്ക് കാണുന്ന ജീവവൃക്ഷത്തിന്റെ ഫലം കഴിച്ചാൽ എന്ത് സംഭവിക്കും? എന്നേക്കും ദൈവജീവൻ പ്രാപിച്ച് ജീവിക്കും. അതാ വിഷയം. നരകത്തിലല്ല, അത് സ്വയജീവനാണ്, സുഖേ ജീവനാണ്, ദേഹി ജീവനാണ് നരകത്തിലുള്ളത്. അത് ദൈവജീവനാണ്. അപ്പോൾ എന്നേക്കും ദൈവജീവൻ പ്രാപിച്ച് അവൻ സ്വർഗത്തിൽ ജീവിക്കേണ്ടി അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ ജീവിക്കും. അത് പാപിയായി, എന്നേക്കും പാപിയായിട്ട്. അതുകൊണ്ട് ദൈവം അവനെ അവിടെ നിന്ന് പുറത്താക്കിയത് നമ്മളെ ശിക്ഷിച്ചത് കൊണ്ടല്ല, ദൈവസ്നേഹം കൊണ്ട് പുറത്താക്കിയതാണ്. കാരണം പാപി ചെയ്ത മനുഷ്യനെ പുറത്തേക്കിട്ടിട്ട് ദൈവം അവന് പാപത്തിന് പരിഹാരം ചെയ്ത് വീണ്ടും അവൻ നമ്മെ ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് ചേർക്കുന്നു. ക്ലിയർ ആണോ? ഇപ്പോഴും നമ്മൾ ദൈവരായ ഏദൻ തോട്ടത്തിലായിട്ടുള്ളൂ നമ്മളിപ്പോഴും, അല്ലേ? എവിടെ നിന്ന് പുറത്തു പോയത്? ഏദൻ തോട്ടത്തിൽ നിന്ന്. അതിൻ്റെ ഏദൻ തോട്ടത്തിൻ്റെ അർത്ഥം എന്താ? ഇമേജ് ഓഫ് കിങ്ഡം ഓഫ്, പഠിച്ചിട്ടുണ്ട് അല്പമായിട്ടല്ലേ? ദൈവരായത്തിൻ്റെ നിഴലാണത്, അല്ലേ? വീണ്ടും നമ്മൾ ദൈവരായത്തിന് ചേർത്ത് കഴിഞ്ഞു. ഇനിയും അവസാനിച്ചിട്ടില്ല. ഇനിയും വേണമെങ്കിൽ നമുക്ക് ജ്ഞാനത്തിൻ്റെ പുറകെ പോകാം, ദൈവജീവൻ തരുന്ന വചനത്തിൻ്റെ പുറകെ പോകാം, ജഡത്തിൻ്റെ പുറകെ പോയി നശിക്കാം. ഉൽപ്പത്തി 3:8 വാക്യം എന്തെങ്ങനെയാ? നീ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ മരിക്കും നിശ്ചയം, അല്ലേ? അപ്പോൾ വീണ്ടും നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഏദൻ തോട്ടത്തിൽ നിന്ന് വീണ്ടും നമുക്ക് പുറത്തു പോകാം. പക്ഷെ പോയാൽ ഒടുക്കത്തെ പോക്കാണല്ലേ? ഇനി വേറെ വഴിയൊന്നുമില്ല. കാരണം ഇനി ക്രൂശിക്കുവാനായിട്ട് വേറെ ആരും നമുക്കില്ല എന്ന കാര്യം മറന്നു പോകരുത്. അപ്പം അതുകൊണ്ട് ദൈവം മനുഷ്യനെ പുറത്താക്കിയത് ദൈവത്തിൻ്റെ സ്നേഹം മാത്രമാണ്, അല്ലാതെ ശിക്ഷയല്ല. ഹല്ലേലൂയ. ദൈവം മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ നിന്ന് ഭൂമി എന്ന് പറയുന്ന ജയിലിലേക്ക് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. അതെന്താണെന്നൊക്കെ വരുന്ന ആളുകളിൽ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ പഠിക്കാം. നമ്മളൊക്കെ ഇത് ജയിലിൽ ജീവിക്കുന്ന മനുഷ്യരാ. നമ്മളൊക്കെ വിചാരം, അല്ലേ, പൈസയൊക്കെ ഉണ്ടാക്കി അടക്കം മേടിച്ച് വീടൊക്കെ വെച്ച് വലിയ ആൾക്കാരായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ, അല്ലേ, പത്രാസൊക്കെ കാണിച്ച് ജീവിക്കുമ്പോൾ ഓർക്കണം, യഥാർത്ഥമായി മനുഷ്യൻ ജീവിക്കേണ്ട ഏദൻ തോട്ടത്തിൽ നിന്ന് പാപം ചെയ്ത് ദൈവം മനുഷ്യനെ ഭൂമി എന്ന് പറയുന്ന ഈ ലോകത്തിലേക്ക് ജയിലിലേക്ക് തള്ളിവിട്ടതാ. അത്രയേ ഉള്ളൂ. ഓക്കെ, ഞാൻ വിടുക. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് അതിനെക്കുറിച്ചൊക്കെ പഠിക്കാം നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, റോമർ 3:23 പറയുക, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടമാക്കിയിരിക്കുന്നു, അല്ലേ, ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. അപ്പോൾ റോമർ 6:23, പാപത്തിന് ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ഒരിക്കൽ എബ്രായർ 9:27 പറയുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ച് കൽപ്പിച്ച് വെച്ചിരിക്കുകയും. ഇതിൽ നിന്നും ഇതൊക്കെ ഞാൻ ഈ പറയുന്ന വചനങ്ങളൊക്കെ തത്വമാണ്. തത്വം എന്ന് പറഞ്ഞാൽ അത് ഏത് തലമുറയും ആപ്പിക്കാം, ഏത് തലമുറ എടുത്ത് നോക്കിയാലും, അല്ലേ, എന്താ പറയുക, പാവമില്ലാത്ത ലോകത്ത് ഏദൻ തോട്ടത്തിൽ ഏദൻ പീരീഡിൽ ജീവിച്ചപ്പോഴും, മനസാക്ഷി യുഗത്തിൽ ജീവിച്ചപ്പോഴും, ന്യായപ്രമാണ യുഗത്തിൽ ജീവിക്കുമ്പോഴും, അല്ലേ, അല്ലെങ്കിൽ ഇന്നത്തെ കൃപായുഗത്തിൽ ജീവിക്കുമ്പോഴും, 7 വർഷം ആദ്യത്തെ 3.5 വർഷക്കാലം പീഡനകാലത്തിൽ ജീവിക്കുമ്പോഴും, അല്ലേ, മഹാപീഡനകാലത്തിൽ ജീവിക്കുമ്പോഴും, അതിനുശേഷം വരുന്ന 1000 ആണ്ടിൽ ജീവിക്കുമ്പോഴും, അല്ലേ, 7 യുഗങ്ങൾ പഠിച്ചാൽ തന്നെ അവിടെയൊക്കെ ഇത് സെയിം എല്ലാ മനുഷ്യർക്കും മറന്നു പോകരുത്. അപ്പം അതുകൊണ്ട് ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ച് കൽപ്പിച്ച് വെച്ചിരിക്കുക. ഇതിൽ നിന്ന് മനുഷ്യനായി പിറക്കുന്ന ഒരു രക്ഷയില്ല, ആണല്ലോ. കാരണം ഇവിടെ നിന്ന് 2 മനുഷ്യർ മരണം കാണാതെ എടുക്കപ്പെട്ടു പോയിട്ടുണ്ട്. ആരൊക്കെയാ?
ആ ഓട്ടോ ഓടിക്കുന്ന ജോർജ് ഏട്ടനും പിന്നെ ആർക്ക് ഏലിയാവും ഹാനോക്കും 2 വ്യക്തികൾ മരണം കാണാതെ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ട് കഴിഞ്ഞു. അത് സത്യത്തിൽ അവർ തിരിച്ചു വന്ന് മരിച്ചേ മതിയാകത്തുള്ളൂ. പഴയ മദ്യം വെളിപ്പാട് പുസ്തകം അല്ലേ? അത് ഏലിയാവും മോശയല്ലത്, ഹാനോക്ക. മനസാക്ഷിയുഗത്തിൽ നിന്നും ന്യായപ്രമാണ യുഗത്തിൽ നിന്നും 2 പേരെ ദൈവം മാറ്റി വെച്ചിട്ടുണ്ട്. മരണം കാണാതെ എടുക്കപ്പെട്ട് എവിടെയോ പർദീസയിൽ ദൈവം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് 2 പേരെ അല്ലേ? അത് വേറെ ആരുമല്ല, ഏലിയാവും 2 പേരും 2 യുഗത്തിലെ ആൾക്കാരാ. ആരൊക്കെ? ഏത് യുഗമാ? പഠിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് പറഞ്ഞേക്കാം. മനസാക്ഷി യുഗത്തിൽ ജീവിച്ച ഹാനോക്കും ഏലിയാവും. മനസ്സിലാവുന്നുണ്ടോ? ന്യായപ്രമാണ യുഗത്തിൽ ജീവിച്ച ഏലിയാവും. ഇത് 2 പേരും തിരിച്ചു വന്നേ മതിയാകത്തുള്ളൂ. കാരണം ദൈവത്തിൻ്റെ കൽപ്പനയാ, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യർക്ക് നിയമിച്ച് കൽപ്പിച്ച് വെച്ചിരിക്കുക. ഇതിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു പോകുവാനായിട്ട് കഴിയുകയില്ല. അവർ വന്ന് ഭൂമിയിൽ വന്ന് മരിച്ചേ മതിയാകത്തുള്ളൂ. അതുകൊണ്ട് ഈ 2 യുഗത്തിലുള്ള ആൾക്കാർ ഇനി വരാൻ പോകുന്ന ഒരു കാലഘട്ടമുണ്ട്, 7 വർഷ പീഡനകാലം. അതിൽ ഈ തലമുറയിലുള്ള ആൾക്കാരാണ് വരാൻ പോകുന്നത്, ജീവിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ യഹൂദന്മാർ. ഏത് യുഗത്തിൽ ജീവിച്ചവരെ യഹൂദന്മാർ? അല്ലല്ല, മനസാക്ഷി യുഗത്തിൽ നിന്ന് വിളിച്ച് വേർതിരിച്ചു മാറ്റിയ അബ്രഹാമും. എൻ്റെ കൂടെ ഇല്ലേ നിങ്ങൾ? അബ്രഹാമിനെ എവിടെ നിന്നാണ് വിളിച്ചത്? ഹാരാനിൽ നിന്ന്. ഏത് യുഗത്തിലാ? യോബിന്റെ കാലഘട്ടമാണ്. മനസ്സിലാവുന്നുണ്ടോ? മനസാക്ഷി യുഗത്തിൽ വിളിച്ച് തിരിച്ചു മാറ്റിയ അബ്രഹാമിൻ്റെ മക്കൾക്ക് വേറൊരു പ്രമാണം കൊടുത്ത് അല്ലേ, പ്രമാണം കൊടുത്ത് മോശയിലൂടെ കൊടുത്തെടുത്ത ഒരു വലിയ തലമുറയുണ്ട്. അതിനത് ഇസ്രായേൽ തന്നെ. ന്യായപ്രമാണ യുഗത്തിൽ ജീവിച്ചവർ. ഈ 2 യുഗത്തിൽ നിന്നുമാണ് ദൈവം ഈ 2 പേരെ ഇവിടെ പൊക്കി മാറ്റിയിരിക്കുന്നത്. ഇവർ തിരിച്ചു വന്ന് ഭൂമിയിൽ പ്രസംഗിക്കണം, അവരെ കൊല്ലണം. വേണ്ട, വെറുതെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി തല ഉണ്ടാക്കേണ്ടത് നമുക്കിനല്ലേ? പക്ഷെ പഠിക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഞാൻ പറഞ്ഞതൊക്കെ. അതുകൊണ്ട് ഉൽപ്പത്തി 3:22 വാക്യം പറയുന്നു അല്ലേ, എന്നേക്കും ജീവിച്ച് പറിച്ചു നിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു അല്ലേ. അവൻ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഇങ്ങനെ അവൻ മനുഷ്യരെ ഇറക്കിക്കളഞ്ഞു. ജീവന്റെ വൃക്ഷത്തെങ്കിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരുന്ന വാളിൻ്റെ ജ്വാലയുമായി നിർത്തി എന്ന് കാണാൻ കഴിയും. മനുഷ്യനെ ഇറക്കി വിട്ടു. എങ്ങോട്ടാണ് ഇറക്കി വിട്ടത്? ഭൂമിയിലേക്ക് ദൈവം ഇറക്കി വിടുമ്പോൾ ആ ഏദൻ തോട്ടത്തിൽ വെച്ചിരുന്ന ജീവന്റെ വൃക്ഷത്തിലേക്ക് മനുഷ്യൻ വീണ്ടും കരങ്ങൾ നീട്ടി ജീവവൃക്ഷത്തിലെ ഫലം പറിച്ചു നിന്ന് എന്നേക്കും പാപിയായി ജീവിക്കാതിരിപ്പാൻ അവിടെ 2 കെരൂബുകൾ വാളും പിടിച്ചു നിൽക്കുന്നതായിട്ട് പടങ്ങളിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ്? അല്ല, ബൈബിൾ പറയുന്നു കെരൂബുകൾ വാളും പിടിച്ചിരിക്കുകയാ. ആ വാളിൻ്റെ വെട്ടേറ്റ സങ്കീർത്തക്കാരൻ എഴുതി വെച്ചിരിക്കുന്നത് കർത്താവ് മരിച്ചത്. വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? വേണ്ട, വലിയ മർമ്മങ്ങളൊന്നും വേണ്ടല്ലേ. ആ കെരൂബിൻ്റെ വെട്ടേറ്റ നമ്മുടെ കർത്താവ് മരിച്ചത്. കാരണം അതിലേക്ക് കടക്കുവാൻ ഒരു മനുഷ്യനും അവകാശമില്ലായിരുന്നു. പക്ഷേ നമുക്ക് വേണ്ടി ആ വഴി തുറക്കാൻ വേണ്ടി അവൻ സ്വയം യാഗമായതാണ്. നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് കാഴമായി കാണാം. സങ്കീർത്തത്തിൽ ആ വാക്കുണ്ട് അല്ലേ? ഓക്കെ, ഞാൻ വിടുകയാണ്. ഇത് നിമിത്തം മാനവരാശിക്ക് സംഭവിച്ചു പോയത് 3 കാര്യങ്ങൾ. 3 മരണം സംഭവിച്ചു. എന്തൊക്കെയാ? അവൻ്റെ സ്പിരിച്വൽ ഡെത്ത് സംഭവിച്ചു. 2 പാപം ചെയ്ത മനുഷ്യന് ഫിസിക്കൽ ഡെത്ത് സംഭവിച്ചു. സെക്കൻഡ് ഡെത്ത് സംഭവിക്കാൻ പോകുന്നു. അപ്പോൾ മരണമെന്ന് പറയുന്ന പ്രതിഭാസം അവിടെ മുതൽ ആരംഭിക്കുക. ദൈവ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ഒരിക്കൽ പോലും ദൈവത്തിൻ്റെ ചിന്തയിൽ എന്തില്ല? മരണമില്ല. മരണമില്ലാത്ത ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. ആമേൻ. ആ മരണമില്ലാത്ത മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ മനുഷ്യൻ മനഃപൂർവ്വം മരണം തിരഞ്ഞെടുത്തതാ ആണല്ലോ. എന്താ മരണത്തിനർത്ഥം? എന്താ എപ്പോഴും എല്ലാവരും പറയുന്നത്? എന്താ മരണത്തിനർത്ഥം? കറക്റ്റാ, നിനക്കറിയാം. മരണത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന മരണത്തിൽ ചത്തുപോയി എന്നുള്ളതല്ല മരണത്തിനർത്ഥം. വേർപെട്ടുപോയി. കാരണം മനുഷ്യനാരാ? ജീവുള്ള ദേഹി അകത്തുണ്ട്, ആത്മാവുള്ള മരണമില്ലാത്ത അല്ലേ അദൃശ്യനായ ഒരു മനുഷ്യൻ ഇതിനകത്തുണ്ട്. അവന് മരണമില്ല. പിന്നെ അവനെങ്ങനെ മരിച്ചു പോകാനാ? മരണമില്ലാത്തവൻ എങ്ങനെ മരിച്ചു പോകും? അതിനർത്ഥം വേർപാട്. മരണത്തിനർത്ഥം എന്താ? വേർപാട്. അത് അന്നും ഇപ്പോഴും
ഓക്കെ, അപ്പോൾ പാപം ചെയ്ത് മനുഷ്യൻ മരിച്ചുപോയി എന്ന് നമുക്ക് കാണാൻ കഴിയില്ല. തിന്നുന്ന ഉൽപ്പത്തി പുസ്തകം 2:17 എന്താ പറയുന്നത്? നന്മ തിന്നുന്ന നാളിൽ മരിക്കും നിശ്ചയമെന്ന് ദൈവം പറഞ്ഞു. തിന്നുന്ന നാളിൽ ആ ദിവസം മരിക്കുമെന്ന് പറഞ്ഞല്ലേ, അല്ലേ? മനുഷ്യൻ മരിച്ചുപോയി. മരിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോയി. ആണോ? ദൈവത്തിൻ്റെ തേജസ്സിൽ നിന്ന്, ദൈവജീവങ്ങളിൽ നിന്ന്, ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നിന്ന്, ദൈവരാജ്യത്തിൽ നിന്ന്, അങ്ങനെ പറ, വേറെ എന്തൊക്കെയാ, അല്ലേ? സ്വർഗത്തിൽ നിന്ന് ഒക്കെ മനുഷ്യൻ വേർപെട്ടു പോയി. അതാണ് അതിന് അർത്ഥം, അല്ലേ? പാപം ചെയ്തപ്പോൾ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോയി. കാരണം എന്താ? ദൈവത്തിൻ്റെ കൽപ്പന ലംഘനം ആണല്ലോ. പണ്ട് യോഹന്നാൻ ലേഖനത്തിൽ നമ്മൾ പഠിച്ചതാ, അധർമ്മം ചെയ്യുന്നവനെല്ലാം, പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മം ചെയ്യുന്നു എന്ന് പഠിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ എവിടെയോ പഠിച്ചത് നമ്മളല്ലേ? ഏതോ താഴത്തെ എവിടെയോ മുകളിൽ എവിടെ ക്ലാസ് പഠിച്ചതാ നമ്മൾ. പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മം ചെയ്യുന്നു. പക്ഷേ ഇംഗ്ലീഷ് ബൈബിൾ അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നല്ലേ? വചനം ലംഘിക്കുന്നതാണ് പാപമെന്ന അതിന് യഥാർത്ഥ മൂലഭാഷയിൽ കിടക്കുന്നത്. ഏതോ ഇവിടെയോ താഴത്തെ സാധിച്ച് എവിടെയോ പറഞ്ഞിട്ടായിരുന്നു അതിനെക്കുറിച്ചൊക്കെ, അല്ലേ? അപ്പോൾ വചനം ലംഘിക്കുന്നതാണെന്ത്? അപ്പോൾ വചന ലംഘനമാണ് ദൈവത്തെയും ആദമിനെയും തമ്മിൽ വേർപെടുത്തുന്നതെങ്കിൽ, ഓക്കെ, യേശുക്രിസ്തുവിലൂടെ നമുക്ക് വീണ്ടും ദൈവമായുള്ള കൂട്ടായ്മയിൽ വന്നു എങ്കിൽ നമുക്ക് വീണ്ടും ഇത് സംഭവിക്കാനിടയുണ്ട്. വചനം ലംഘിച്ചാൽ, അല്ലേ, നാം സ്വയം ഇനിയും ദൈവത്തോട് മത്സരിച്ച് ജഡത്തിൻ്റെ പുറകെ വീണ്ടും പോയാൽ എന്ത് സംഭവിക്കും? പറയാൻ പേടി. എന്താ പറയാൻ പേടി? വേർപെട്ടു പോകും. ഇനിയും വേർപെട്ടു പോകും. ആണോ? നമ്മുടെ കർത്താവ് ഒരിക്കൽ രക്ഷിക്കപ്പെട്ട പിന്നെ രക്ഷ പൂർണ്ണമാണ് ബ്രദറെ, ഇനി ഒരിക്കലും നഷ്ടമാകത്തില്ല എന്നൊക്കെ പറഞ്ഞ് എന്ത് തോന്നിയ വാസവും ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. ഇത് ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങളാണ്, ദൈവ രാജ്യത്തിൻ്റെ നിയമങ്ങളാണ്. മനസ്സിലാവുന്നുണ്ടോ, അല്ലേ? ഒരു 10,000 വലിയ കടം, എണ്ണിയാൽ തീരാത്ത ഒരു മനുഷ്യായുസല്ല, ഒരു അത്രയോ 1000 വർഷം മനുഷ്യായുസ് സമ്പാദിക്കാൻ കഴിയുന്ന സമ്പത്താണ്. അത്രയും വലിയ കടമായി ഒരു മനുഷ്യന് 10,000 തലന്ത് കടമായി വെച്ചു. യജമാനൻ ഇളച്ചു കൊടുത്തു, അല്ലേ? അവൻ പോയിട്ട് കൂട്ടുദാസനെ കണ്ടിട്ട് ഒരു 100 രൂപക്കല്ലേ കടം മേടിച്ച് തിരിച്ചു കൊടുത്തില്ല. അതും പറഞ്ഞ് അവനെ കൊങ്ങ കയറി പിടിച്ച് വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? ആ യജമാനൻ എന്താ ചെയ്തത്? തിരിച്ച് 10,000 താലന്ത് ഒരു മനുഷ്യനും കൊടുക്കു തീർക്കാൻ അവനോ അവൻ്റെ മക്കളോ മക്കളുടെ മക്കളുടെ ഒരു 1000 തലമുറകൾ അവൻ സമ്പാദിച്ചു കൂട്ടിയാലും കൊടുത്തു തീർക്കാൻ വല്ലാത്ത വലിയ കടമാണ് കടം. 10,000 താലന്ത് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? വീണ്ടും അവൻ്റെ മേൽ ചുമത്തിയത് കാര്യം മറന്നു പോകരുത് നിങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞത് കാര്യങ്ങൾ നമുക്ക് ഇന്നും വേണമെങ്കിൽ ദൈവത്തിന് വേർപെട്ട് പോകാം. ഒന്നും മിണ്ടുന്നില്ലല്ലോ നിങ്ങളൊക്കെ, അല്ലേ? നമുക്ക് ഇന്നും വേണമെങ്കിൽ ദൈവത്തിന് വേർപെട്ട് പോകാം. ദൈവവചനത്തോട് നമുക്ക് അനുസരണക്കേട് കാണിച്ചാൽ മതി. തെറ്റുകൾ സംഭവിക്കും. പാവമില്ല എന്ന് പറയുന്നവൻ കള്ളനാകുന്നു എന്ന് യോഹന്നാൻ 1-ാം അധ്യായത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് അവിടെ ലേഖനത്തിൽ, അല്ലേ? പാപം വന്നു പോയാൽ ഏറ്റു പറയുന്നുവെങ്കിൽ പറഞ്ഞല്ലേ രാവിലെ പറഞ്ഞ പോലെ, അല്ലേ? നിങ്ങൾ ലംഘനം മറച്ചു വയ്ക്കാതെ പാപത്തെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മെ വീണ്ടും കഴുകും. പക്ഷേ മറച്ചു വെച്ചുകൊണ്ട് ആദമിനെ പോലെ ഓടി ഒളിച്ച് മരത്തിന് ചുവട്ടിലോ പിന്നിൽ ഒളിച്ചിട്ട് മറ്റുള്ളവരുടെ മേൽ കുറ്റം ചുമത്തിയിരിക്കുന്നുവെങ്കിൽ ഓർത്താൽ മതി, മരണം നിന്റെ മേൽ പിടികൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവമായുള്ള സപ്പറേഷനിലേക്ക് നീ വന്നിരിക്കുന്നു. ക്ലിയറാണോ? അങ്ങനെയുള്ള ആൾക്കാർ നമുക്കറിയാൻ കഴിയും, അല്ലേ? ദൈവമായി വേർപെട്ടു പോകുന്ന ആൾക്കാർക്ക് എന്നും ലോകകാര്യങ്ങളാണ് പറയാൻ ഇഷ്ടം കൂടുതൽ. ഓക്കെ, ഞാൻ വിടുകയാണ്, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അപ്പോൾ മനുഷ്യൻ പാപം ചെയ്ത് അവന് മരണം സംഭവിച്ചു പോയി, അല്ലേ? എവിടെയാ? അവിടെ എന്താ പറഞ്ഞത്? തിന്നുന്ന നാളിൽ നീ മരിക്കും. തിന്നുന്ന ദിവസം നീ മരിക്കും. മരിച്ചോ ആദം? മരിച്ചില്ല, മരിക്കുമായിരിക്കും, വെച്ചുകൊണ്ടിരിക്കുമായിരിക്കും, അല്ലേ? എല്ലാ ടെൻസും പറഞ്ഞിട്ടുണ്ടല്ലേ? മരിച്ചു. ആ സെക്കൻഡിൽ തന്നെ, ആ ദിവസം തന്നെ ആദമിൻ്റെ ആത്മാവ്, അല്ലെ മനുഷ്യൻ്റെ ആത്മാവ് ദൈവമായി വേർപെട്ടുപോയി. ഇനി ദൈവത്തിന് ആത്മാവായ ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ മനുഷ്യന് കഴിയില്ല. ആത്മാവ് വേർപെട്ടുപോയി. പാപമത്രേ, യെശയ്യാവ് എന്താ പറയുന്നത്? പാപമത്രേ എന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ വാക്യങ്ങളൊക്കെ നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ എല്ലാ പുസ്തകത്തിലും അതിൻ്റെ ഇണവചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഓടി വരണം. അങ്ങനെ വന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് എന്താ പറയുക, ഒരു ആത്മീയ ജീവിതത്തിലേക്ക്
കടന്നിരിക്കുക. അപ്പോൾ എല്ലാ വചനങ്ങളും ഇങ്ങനെ ഞങ്ങളുടെ അകത്തേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവരണം, ഇണവചനങ്ങൾ. ഓക്കെ, ഞാൻ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ എന്നും ദൈവത്തിൽ നിന്ന് കേട്ട് പഠിക്കുന്നവരായി തുടങ്ങണം. ഇവിടെ പറയുമ്പോൾ തന്നെ അതിൻ്റെ ഇണവചനങ്ങളും വെളിപ്പാട്, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ കിടക്കുന്ന പുസ്തകങ്ങളിലെ വചനങ്ങളൊക്കെ നിങ്ങളുടെ അകത്തേക്ക് ഓരോന്നായി പരിശുദ്ധാത്മാവ് ഇറക്കി കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെ വന്നു കിട്ടിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. അപ്പോൾ ആത്മാവിൻ്റെ സ്വരം നിങ്ങൾ കേൾക്കാൻ തുടങ്ങുകയാണ്. നിങ്ങൾ വേറൊരു ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നു. ആത്മാവിൻ്റെ ഗൈഡൻസിലേക്കുള്ള ജീവിതം. മനസ്സിലാവുന്നുണ്ടോ? യഥാർത്ഥമായ ക്രിസ്ത്യ ജീവിതം. ആത്മാവിൻ്റെ നിയമം എന്ന് പറയും. അല്ലെങ്കിൽ റോമർ 8-ാം അധ്യായത്തിൽ പറയുന്ന നിങ്ങളെ ന്യായപ്രമാണത്തെ വിടുവിച്ച് അല്ലേ നിങ്ങളെ ആത്മാവിൻ്റെ പ്രമാണത്തിന് കീഴിലാക്കി വെച്ചിരിക്കുന്നു. വേറൊരു പ്രമാണം, ആത്മാവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രമാണം. അതൊക്കെ മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ തിന്നുന്ന ദിവസം മനുഷ്യൻ്റെ ആത്മാവ് മരിച്ചുപോയി, ആണല്ലോ, വേർപെട്ടുപോയി. ഇനി ഒരിക്കൽ പോലും പരിശുദ്ധനായ ദൈവത്തിൽ നിന്ന് കേൾക്കുവാനോ അവന് കഴിയാതെ വണ്ണം വേർപെട്ടുപോയി അവൻ. ഓക്കെ, പക്ഷേ അവൻ്റെ ഫിസിക്കൽ ഡെത്ത്, അവൻ്റെ ശരീരം മരിച്ചോ? തിന്നുന്ന ദിവസം നീ മരിക്കുമെന്നാണ് പറഞ്ഞല്ലേ? അതേ ദിവസം നീ മരിക്കുമെന്ന വചനം പറഞ്ഞിരിക്കുന്നല്ലേ? ആ ദിവസം നീ മരിക്കും. പക്ഷേ ആദം മരിച്ചോ? ഇല്ല, ആത്മാവ് മരിച്ചു അല്ലേ? ആത്മാവ് ആ സെക്കൻഡിൽ മരിച്ചുപോയി. പക്ഷേ ശരീരം 930 വർഷം ആദം വീണ്ടും ജീവിച്ചു. ഓ, വചനം തെറ്റിപ്പോയില്ലേ? ഇനി ബൈബിൾ മാറ്റി വെക്കാം നമുക്ക്. അതുകൊണ്ടാ 2 പത്രോസ് 3:9 90 സംഘത്തിലും പറയുന്നത്, ഒരു ദിവസം ദൈവത്തിൻ്റെ കണ്ണിൽ 1000 വർഷം പോലെ. 1000 വർഷം ജീവിച്ച, 1001 വർഷം ജീവിച്ച ഏതെങ്കിലും നിങ്ങൾ അപ്പൂപ്പന്മാരുണ്ടോ? ഞാൻ നിങ്ങളുടെ അപ്പൂപ്പൻ ഉദ്ദേശിച്ചത് ആദത്തിനെ കുറിച്ചും, ആദവും ഹാനോക്ക്, മോശ പിന്നെ മോശ പിന്നെ ഇവിടെ ഇപ്പുറത്തേക്ക് 120 വർഷമൊക്കെ ഉള്ളതെന്ന് പറയാം. പിന്നെ അങ്ങോട്ടുള്ളതല്ലേ ഈ എലിയാവ് ഒക്കെ അല്ലേ? വേണ്ട, എലിയാവ് അല്ലല്ലേ അല്ലേ? നോഹ. ഏതെങ്കിലും ആൾക്കാർ 1001 വർഷം ജീവിച്ചോ? ജീവിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ പുസ്തകം ഇപ്പം തന്നെ മാറ്റി വെക്കാറുണ്ട്. നമുക്ക് ഇല്ല. കർത്താവിൻ്റെ വചനം കൃത്യമാണ്. നീ തിരുവനന്തപുരം ദിവസം നീ മരിക്കുമെന്ന് പറഞ്ഞു. ആ ദിവസം സെക്കൻഡിൽ മനുഷ്യൻ്റെ കണ്ണിൽ ആ ദിവസം മനുഷ്യൻ്റെ ആത്മാവ് മരിച്ചുപോയി. ദൈവത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ അവൻ 1000 വർഷം പോലും തികച്ചില്ല. 930 ആദ്യത്തെ ബോംബ് പൊട്ടി അല്ലേ? ആദ്യത്തെ മൺകൂടാരം 930 പൊട്ടിപ്പൊടിഞ്ഞ് താഴേക്ക് പോയി. ഒരു ദിവസം പോലും ആദം തികച്ച് ജീവിച്ചോ? ആദമിൻ്റെ ശരീരം ഒരു ദിവസം പോലും തികച്ച് ജീവിച്ചോ? ഇല്ല. 1000-നുള്ളിൽ തന്നെ എല്ലാം തീർന്നു. 969 വർഷമാണ് ഏറ്റവും കൂടുതൽ മനുഷ്യൻ ജീവിച്ചത്. അത് മെതുശലേമാണ്. ഏറ്റവും വർഷം ഭൂമിയിൽ ജീവിച്ച മനുഷ്യൻ്റെ പേരെന്താ? മെതുശലേം. അതിനർത്ഥമുണ്ട്. ആ മെതുശലേം എന്ന പേരിൻ്റെ അർത്ഥമാണ് യഥാർത്ഥമായി നോഹയുടെ കാലഘട്ടം എന്നത് വെളിപ്പെടുത്തുന്നത്. പിന്നെ അതിനെക്കുറിച്ച് പിന്നെ അടുത്ത് നമുക്ക് ചിന്തിക്കാം. യഥാർത്ഥമായി നോഹയുടെ കാലഘട്ടത്തിൽ ഇതുപോലെ 120 വർഷമൊക്കെ ഒന്നുമില്ല, ദൈവത്തിൻ്റെ വാക്ക് കേട്ട് മാത്രം വിശ്വസിച്ച് ജീവിച്ച നോഹ എന്ന് പറയുന്ന ആ മനുഷ്യൻ, എങ്ങനെയാണ് ആ മനുഷ്യൻ ആ ജീവിതം ജീവിച്ചത് അല്ലേ? 120 വർഷം ഒന്നും കാണാതെ പ്രസംഗിച്ച് നടക്കാൻ നോഹയ്ക്ക് എവിടെ നിന്ന് കിട്ടി പ്രചോദനം? ഇവിടെ ബൈബിൾ സ്റ്റഡി, റിട്രീറ്റ്, കൺവെൻഷൻ എല്ലാം കേട്ടിട്ട് പോലും സംശയമാണ് നമുക്ക് അന്ന്. ബാക്കി അകത്ത് വീട്ടിൽ സംശയമാണ് നമുക്കൊക്കെ. പക്ഷേ നോഹയ്ക്ക് 920 വർഷം ഒരു സംശയം കൂടാതെ നോഹ പ്രസംഗിച്ച് നടന്ന് 7-8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിക്കാതൊക്കെ വേണം. നോഹയ്ക്ക് എവിടെ നിന്ന് കിട്ടി പ്രചോദനം? അതാണ് നോഹയുടെ കാലഘട്ടം പോലെ എന്ന് പുതിയ നിയമത്തിലൊക്കെ മത്തായിലും മാർക്കോസിലും ലൂക്കോസിലൊക്കെ പഠിപ്പിക്കുമ്പോൾ നോഹയുടെ കാലഘട്ടം പോലെ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത്? നോഹ എങ്ങനെ രക്ഷ പ്രാപിച്ചു? അതൊക്കെ അറിയണമെങ്കിൽ ഇതുപോലെ ചില മർമ്മങ്ങളും ചില പേരുകളുടെ വാക്കുകളുടെ അർത്ഥങ്ങളൊക്കെ ഗ്രഹിച്ചാൽ നമുക്കതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. വേണ്ടല്ലോ, എന്തിനാണല്ലോ, നമുക്കിതൊക്കെ തന്നെ ഒതുങ്ങി നിൽക്കാം നമുക്ക്. ഓക്കെ, കഥ നിങ്ങളെ സഹായിക്കട്ടെ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, അവൻ്റെ ശരീരം മരിച്ചുപോയി. എങ്ങനെ ശരീരത്തിൻ്റെ മരണം എങ്ങനെ സംഭവിക്കുന്നത്? ഈ ജെയിംസ് യാക്കോബിൻ്റെ ലേഖനം 2:26 പറയുന്നു. എന്താ? ഇങ്ങനെ യാക്കോബിൻ്റെ ലേഖനം 2:26 ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമായിരിക്കുന്നു. അപ്പോൾ മനുഷ്യൻ്റെ അകത്തേക്ക് ദൈവം മനുഷ്യനെ ഉണ്ടാക്കി, ശരീരം കൊണ്ട് പൊടി കൊണ്ട് മനുഷ്യൻ്റെ ശരീരം ഉണ്ടാക്കിയ ശേഷം ദൈവം ശ്വാസം ഊതി മനുഷ്യാത്മാവിനെ ഊതിക്കൊടുക്കുമ്പോൾ ആ മനുഷ്യാത്മാവ് ശരീരമായിട്ട് മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് വന്ന് ഇടിച്ചു കയറിയപ്പോൾ മനുഷ്യൻ ജീവനുള്ള ദേഹിയായിട്ട്
തെളിവായി ഉയർത്തുമെന്ന് നമുക്ക് കാണാൻ കഴിയും. അതിന് ചെറിയ കാര്യങ്ങൾ വേറെയുണ്ട്, അത് പിന്നീട് അതിനെക്കുറിച്ച് എപ്പോഴും പഠിക്കാം. അപ്പോൾ എപ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് മനുഷ്യാത്മാവ് വേർപെട്ടു പോകുന്നുവോ അപ്പോൾ മനുഷ്യൻ്റെ ശരീരം വീണ്ടും മണ്ണിലേക്ക് പൊടിയിലേക്ക് ചേരും. അങ്ങനെയാണ്. അതുകൊണ്ടാണ് യാക്കോബ് ലേഖനം പറയുന്നത്, ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാണ്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസത്തിന് എന്തുണ്ട്? പ്രവൃത്തിയുണ്ട്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വെറും വിശ്വാസം, വെറും പാട്ട് അല്ലേ, വെറും വായു മുഷ്ടി ചെയ്യുന്ന പോലെ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. വെറും കാറ്റ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. വിശ്വാസം പ്രവൃത്തിയിൽ തെളിയിക്കണം. അതുകൊണ്ട് 1 പത്രോസ് 1:9 പറയുന്നു. വാക്യം പറഞ്ഞേ, 1 പത്രോസ് 1:9. നോക്കാതെ കാണാതെ ഇത്ര ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടേക്ക്. വിശ്വാസത്തിൻ്റെ അന്തമായ ദേഹിരക്ഷ, ഒരായുസ് കൊണ്ട് ഏറ്റുപറഞ്ഞ വിശ്വാസം ഒരു ജീവിതം മുഴുവനും ഞാനത് തെളിയിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അവസാന ശ്വാസം വരെ ഏറ്റുപറഞ്ഞ വിശ്വാസം തെളിയിക്കുക. അവിടെയാണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അത് നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ ഓരോ ദിവസം സംഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, നിങ്ങളുടെ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ, നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ, സാമൂഹ്യ മേഖലകളിലെല്ലാം നിങ്ങളുടെ വിശ്വാസം തെളിയിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ദിവസമുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി. പലപ്പോഴും നമ്മൾ അറിയാതെ തള്ളിക്കളയുന്നതുകൊണ്ടാണ്. യേശുവിനെ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയുവാൻ എത്രയോ അവസരങ്ങളാണ് ഓരോ ദിവസം ദൈവം നമുക്ക് നൽകുന്നത് അറിയാമോ? ഓരോ ദിവസം നമ്മൾ അറിയാത്തത് കൊണ്ടാണ്. ഓരോ ദിവസം കർത്താവിനെ അല്ലേ ഉയർത്തുവാൻ ദൈവം, അതുകൊണ്ടാണ് യേശുവിനെ ഉയർത്താത്തവനെ അല്ലേ പിതാവിൻ്റെ മുമ്പിൽ, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഉയർത്തുന്നവനെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഉയർത്തും. ദിവസവും പിതാവ് അല്ലെങ്കിൽ യേശുവിനെ ഉയർത്തുവാൻ ദൈവം നമുക്ക് അവസരങ്ങൾ നൽകുന്നുണ്ട്. അതാണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ. അതിൽ ഒരു ഭാഗം, ചെറിയ ഭാഗം പറഞ്ഞതാ. ഓരോ ദിവസം നമുക്ക് പ്രവർത്തിക്കേണ്ടതുണ്ട്. വാക്കുകൾ പറഞ്ഞാൽ ഇത് ഞാൻ വിശ്വാസിയാണെന്ന് പറയാൻ പലപ്പോഴും നമുക്ക് മടിയാണ്. പണ്ട് ഞാൻ ന്യൂ ലൈഫിലൊക്കെ വരുമ്പോൾ ഒന്നാമത്തെ സമയത്ത് രക്ഷിക്കപ്പെട്ട ഒരാഴ്ചയൊക്കെ ഞാൻ വന്നത്, 1-2 ആഴ്ചയൊക്കെ വന്നത് കവറിൽ മറ്റേ ജയലക്ഷ്മിയുടെ കവറിൻ്റെ അകത്തൊക്കെ ബൈബിൾ പൊതിഞ്ഞുകൊണ്ടാണ് വന്നത്. എന്തുകൊണ്ടാണ്? നമുക്കല്ലേ രക്ഷിക്കപ്പെട്ട സമയത്തെ കാര്യം ഞാൻ പറയാം. അന്ന് അറിയില്ല, നമുക്കത് അറിയില്ല. ആൾക്കാരെന്ത് കാണും, വീട്ടിൽ ആർക്കും അറിയാൻ പാടില്ല. പക്ഷേ പിന്നീട് അറിഞ്ഞത് എന്താ അറിയാമോ? സകല മനുഷ്യൻ്റെ മുമ്പിൽ സാക്ഷിയായി നിൽക്കുന്ന യഥാർത്ഥമായ ക്രിസ്തു ജീവിതം. ഒരു മടിയുമില്ലാതെ, ഒരു ലജ്ജയുമില്ലാതെ ഞാൻ വിശ്വാസിയാണെന്നും ഞാൻ പെന്തക്കോസ്തുകാരനാണെന്നും പറയാൻ ഒരു ലജ്ജയുമില്ല നമുക്ക്. എന്തുകൊണ്ടാണെന്നറിയാമോ? എന്താ? യേശുവിനാണ് ഏറ്റു പറയുന്നത്. ഒരു അമ്പലവാസി പയ്യൻ ഇന്ന് യേശുവിനെ പ്രസംഗിച്ച് നടക്കുന്നു, അത്രയേ ഉള്ളൂ. അത് ലോകത്തിന് മുമ്പിൽ സാക്ഷ്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? ദൈവം ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലേക്ക് അത് തരുന്നുണ്ട് അവസരങ്ങൾ. പക്ഷെ നമ്മൾ അത് വിനിയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം വേറെ കാര്യങ്ങളാണ്. പക്ഷെ എത്രത്തോളം നിങ്ങൾ ചെയ്യുന്നുവോ അത്രത്തോളം പിതാവിൻ്റെ മേൽ എൻ്റെ കർത്താവ് ഏറ്റു പറയുന്നുണ്ട്. നിങ്ങളുടെ പേരുകൾ, നിങ്ങളുടെ സകലതും ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുക ഓരോ സെക്കൻഡും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ മേലിൽ നിന്ന് ആത്മാവിനെ ദൈവം വിളിച്ചാൽ, അതുകൊണ്ട് 90 സങ്കീർത്തനത്തിൽ വാക്കുണ്ട് അല്ലേ, 91 തന്നെയാണ് 90 പറയുന്നുണ്ട്, മനുഷ്യരുടെ പുത്രന്മാരെ തിരികെ വാ എന്ന് കർത്താവ് വിളിക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ ദൈവം തിരികെ വിളിക്കുമ്പോൾ, നമ്മുടെ പ്രാണനെ തിരികെ വിളിക്കുമ്പോൾ നമ്മുടെ ഈ പൊടി ശരീരം മണ്ണിലേക്ക് പോകുകയാണ്. നമ്മുടെ ശരീരത്തിൽ ഫിസിക്കൽ ഡെത്ത് അതങ്ങനെ സംഭവിക്കുക ആണല്ലോ. ഒന്നാമത് സ്പിരിച്വൽ ഡെത്ത്, അത് മാൻ സെപ്പറേറ്റ് ഫ്രം ഗോഡ്. ദൈവമായ ആത്മാവായ ദൈവം, അതാ ആത്മാക്കളുടെ പിതാവായ ആത്മാവായ ദൈവത്തിൽ നിന്ന് മനുഷ്യാത്മാവ് വലിയ എസിൽ നിന്ന്, ക്യാപിറ്റൽ എസിൽ നിന്ന് സ്മോൾ ലെറ്റർ എസ് വേർപെട്ട് പോകുന്നു. ഞാനിത് ഇങ്ങനെ പറയാൻ കാരണം നിങ്ങളുടെ ഹൃദയത്തിൽ ആഴങ്ങളിലേക്ക് വീഴാൻ വേണ്ടിയാണ്. ഓക്കെ. അപ്പോൾ ആ ആത്മാവായ ദൈവത്തിൽ നിന്ന് മനുഷ്യൻ്റെ ആത്മാവ് വേർപെട്ട് പോകുന്നതിൻ്റെ പേരാണ് ആത്മീയ മരണം. ശരീരം എന്താ? ശാരീരിക മരണം എന്താ? നമ്മുടെ അകത്ത് ആത്മാവ് ഉള്ളത് കൊണ്ടാണ് നമ്മളിന്ന് ജീവനോടെ നിൽക്കുന്നത്. തിരികെ വിളിക്കുക അല്ലേ, ആത്മാവിനെ തിരികെ കർത്താവ് വിളിക്കുമ്പോൾ ആത്മാവ് അല്ലെങ്കിൽ നമ്മുടെ ദേഹിയും ആത്മാവ് എന്തുവാകട്ടെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ പൊടി നേരെ താഴെ ഒറ്റ വീഴ്ചയാണ്. അതിൻ്റെ പേരാണ് ശാരീരിക മരണം. അപ്പോൾ പാപം ചെയ്ത മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് മരണം കയറി വന്നതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. മൂന്നാമത്തെ ഒരു മരണം കൂടി ഉണ്ട്. എന്താ പേര്? സെക്കൻഡ് ഡെത്ത്, രണ്ടാം മരണമെന്ന് വെളിപ്പാട് പുസ്തകത്തിലൊക്കെ പഠിപ്പിക്കുന്ന മറ്റു കാരണം അല്ലേ. അതെന്തിനു വേണ്ടിയാ? ആത്മാവ് മരിച്ചുപോയി, ശരീരം മരിച്ചുപോയി. അപ്പോൾ ഇനി ബാക്കി എന്തിനും കൂടി മരണം സംഭവിക്കണം? ദേഹിയും കൂടി ബാക്കി കിടക്കുകയാണ്. അപ്പോൾ ദേഹിയുടെ മരണമാണ്
അത് സംഭവിക്കേണ്ടത്. അത് സംഭവിച്ചോ? പഠിച്ചിട്ടുണ്ടോ നമ്മളിവിടെ? പഠിച്ചോ? ദേഹിയുടെ മരണം സംഭവിച്ചോ? ആര് പറഞ്ഞില്ലെന്ന്? ആരാ പറഞ്ഞില്ലെന്ന്? ദേഹിയുടെ മരണം സംഭവിച്ചോ? ഇടക്ക് കുരിശിറക്കം, കുരിശല്ലേ, ഇടക്ക് കുരിശിറക്കം ഉണ്ടല്ലേ. ദേഹിയുടെ മരണം സംഭവിച്ചിട്ടില്ല. അതെപ്പോഴും സംഭവിക്കുന്ന എപ്പോഴറിയാമോ? ആഭാലവൃദ്ധങ്ങൾ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം മുതൽ, ഞാൻ വലിയൊരു വെള്ളസിംഹാസനം അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അത് അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമി ആകാശമൊക്കെ ഓടിപ്പോയി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കത്തിയഴിഞ്ഞു പോയി അല്ലേ. അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ, ആബാലവൃദ്ധം. ആരൊക്കെയാ? ബാലന്മാർ തുടങ്ങി വൃദ്ധന്മാർ വരെ. അപ്പം നിങ്ങളുടെ അകത്ത് ചോദ്യമുണ്ട്, കുഞ്ഞുങ്ങൾ ഈ അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ അബോർഷൻ ചെയ്തു പോയ കുഞ്ഞുങ്ങൾ സ്വർഗത്തിൽ പോവോ നരകത്തിൽ പോവോ? കുഞ്ഞുങ്ങൾ, ജനിച്ച കുഞ്ഞുങ്ങൾ, ജനിച്ചിട്ടുള്ളൂ അല്ലേ, ഇവനൊക്കെ മുട്ടനായി അല്ലേ. ചെറിയ കുഞ്ഞുങ്ങളൊക്കെ, ബാലന്മാരല്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ മരിച്ചാൽ സ്വർഗത്തിൽ പോവോ നരകത്തിൽ പോവോ? ഇത് നിങ്ങൾക്ക് ഇവിടെ തന്നെ അർത്ഥമുണ്ടല്ലോ. എവിടെയാ ന്യായവിധിയുടെ മുമ്പിൽ ആരൊക്കെയാ നിൽക്കുന്നത്? ആബാലവൃദ്ധം, ബാലന്മാർ തുടങ്ങി. നമുക്ക് അല്ലേ തെറ്റും ശരിയും, ഇവന്മാരൊക്കെ നമ്മളെക്കാൾ ഉസ്താദാണ് പിള്ളേർ അല്ലേ. തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിയുന്നത് മുതലാണ് ബാലന്മാരായി തീരുന്നത്. എന്തെങ്കിലും ഉണ്ട്. ഞാൻ അത്രയും വലിയ ഡീറ്റെയിൽഡ് പറയേണ്ട ആവശ്യമില്ലാതെ എടുത്തുപോയി അല്ലേ. നോക്കിയേ, ബാലന്മാർ തുടങ്ങി. നന്മയും തിന്മയും തിരിച്ചറിയാൻ തുടങ്ങുന്നത് മുതലാണ് നമ്മുടെ മേൽ ന്യായവിധി ഉള്ളത് അല്ലേ. അതുകൊണ്ട് ഈ ആകാശവും ഭൂമിയും ഒക്കെ 1000 ആണ്ടിന് ശേഷം, ഗോഗുമാഗോഗ് യുദ്ധം ശേഷം, ദൈവം സാത്താനൊക്കെ പിടിച്ച് തള്ളിക്കളഞ്ഞ ശേഷം, ഭൂമി ആകാശമൊക്കെ കത്തിപ്പോയ ശേഷം, ഈ ശൂന്യതയിൽ നിത്യതയിൽ ദൈവം സിംഹാസനം കിട്ടി, വൈറ്റ് ത്രോൺ ജഡ്ജ്മെൻറ്റ്, വെള്ളസിംഹാസന ന്യായവിധി നടത്തും. അന്ന് മരിച്ചുപോയ എല്ലാവരെയും ഇളംകുളത്തു നിന്നും അല്ലേ, കടവന്ത്രയിൽ നിന്നും, ലൈഫിൽ നിന്നല്ലേ, ശരിയാ, എരൂരിൽ നിന്നും അല്ലേ, എല്ലാത്തിനെയും കർത്താവ് പൊക്കിയെടുക്കും അല്ലേ. ആബാലവൃദ്ധം, മരിച്ചവരൊക്കെ, ദുഷ്ടന്മാരൊക്കെ, നല്ലവരൊക്കെ, രണ്ടുപേരും ഉണ്ട്. ആ പൊക്കിയെടുത്ത് ദൈവം ന്യായം വിധിക്കും. ആ സമയത്താണ് പറയുന്നത് അല്ലേ, മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ഒരുപാട് പുസ്തകങ്ങളുണ്ട് അല്ലേ. ജീവന്റെ പുസ്തകം എന്ന് മറ്റൊരു പുസ്തകം തുറന്നു എന്ന് പറഞ്ഞാൽ ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവർ എന്ന് പറഞ്ഞാൽ 210 മാർക്ക് മേടിച്ച് കഷ്ടി പുഷ്ടി എങ്ങനെയോ കോപ്പിയടിച്ച് ജയിച്ചതാണെന്ന് സംശയമുണ്ട്. ഇല്ലെങ്കിൽ ഭാര്യനെ ഈ ലേഡീസ് മീറ്റിങ്ങിനും പിന്നെ ബൈബിൾ ക്ലാസ്സിനൊക്കെ ഇറക്കി വിട്ടിട്ട് ഭർത്താക്കന്മാർ പോയിട്ട് എങ്ങനെയെങ്കിലും വാലെ പിടിച്ച് സാരിത്തൂമി പിടിച്ച് പോയ ആൾക്കാരെ കുറിച്ചൊക്കെ ഈ പറയുന്നത്. ഓക്കെ അല്ലേ. അങ്ങനെ ജസ്റ്റ് പാസ്സായ ആൾക്കാർ 210 മാർക്ക് മേടിച്ച്, അതുകൊണ്ട് അവരുടെയൊക്കെ റിസറക്ഷൻ, അവരൊക്കെ ഉയർപ്പെന്ന് പറയുന്നത് 1000 ആണ്ടിനൊക്കെ ശേഷമാണ് അവരുടെയൊക്കെ അല്ലേ. അപ്പോൾ മരിച്ചവർ പുസ്തകം തുറന്ന് മറ്റൊരു പുസ്തകം തുറന്ന് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവർത്തിക്കത്ത് ന്യായവിധി ഉണ്ടായി അല്ലേ. അപ്പോൾ അവർക്ക് അവരുടെ പ്രവർത്തിക്കനുസരിച്ച് എന്ത്, ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവർ കഷ്ടി രക്ഷപ്പെട്ടു. എന്നിട്ട് അടുത്ത വാക്യം പറയുക, രണ്ടാമത് വേറൊരു കൂട്ടം ആൾക്കാരെ എഴുതിച്ചു വരികയാണ്. ജീവന്റെ പുസ്തകത്തിൽ പേരില്ലാത്ത ആൾക്കാർ അല്ലേ, ദുഷ്ടന്മാർ. അവർ സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും, പണ്ട് പഠിച്ചിട്ടുണ്ട് അല്പമായിട്ട്. മരണവും പാതാളം എന്ത് സാധനം? അത് പഠിച്ചിട്ടുണ്ടല്ലോ. മരണം ഭൂമിയിൽ കിടക്കുന്ന നമ്മുടെ ശരീരം. പാതാളം എവിടെയാ? അധോപാതാളം അല്ലേ. ദേഹിയും വേർപെട്ടുപോയ ആത്മാവും കിടക്കുന്ന അധോപാതാളം. അവിടെ നിന്ന് നമ്മുടെ ഭൂമി അല്ലേ, ഇവിടെ എന്താ പറയുക, മരണം. ഭൂമി നമ്മുടെ ശരീരം ഏൽപ്പിച്ചു കൊടുക്കും. പാതാളം നമ്മുടെ അല്ല, നമ്മുടെ സ്വർഗത്തിൽ പോകട്ടെ, വേറെ കാര്യം. ദുഷ്ടന്മാരെ കുറിച്ച് പറഞ്ഞതാ അല്ലേ. നോക്കണല്ലേ അറിയില്ലേ. ദുഷ്ടന്മാരെ ദേഹിയെയും അവിടെ ഏൽപ്പിച്ചു കൊടുക്കും. രണ്ടുപേരും അങ്ങനെ ഒരു മനുഷ്യനായി എഴുന്നേറ്റ് വന്നിട്ട് അവിടെ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവൻ്റെ പ്രവർത്തിക്കടുത്ത വിധി ഉണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ. കാരണം പാതാളത്തിൽ പോകുന്ന ആൾക്കാർ ആരാ? പാതാളം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയരുത്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാതാളം അല്ലേ, ലോവസ്റ്റ് ഷിയോൾ അല്ലേ. പിന്നെ അത് വേറെ വാക്കുണ്ടല്ലോ, ഏറ്റവും കീഴെയുള്ള
ഓരോ വാക്കുണ്ട്. ഓക്കെ, ആ ഏറ്റവും താഴെ കിടക്കുന്ന അധമ പാതാളം എന്ന് പറയുന്ന അതിനെ എന്ത് ചെയ്യുന്ന പറയും? മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിലേക്ക് തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാം മരണം. ജീവോത്സവത്തിൽ പേര് എഴുതി കാണാത്ത ഏവനെയും നമ്മുടെയൊക്കെ പേര് എഴുതിയോണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ പിന്നെ സിനിമാ തിയേറ്ററിൽ അല്ലേ ഇപ്പം കണ്ടേ നമ്മളല്ലേ അല്ലേ? സിനിമാ തിയേറ്ററിലും വല്ല കളർ ഷാപ്പിൻ്റെയൊക്കെ മുമ്പിൽ നമ്മളെ കണ്ടേ. ജീവൻ്റെ പുസ്തകത്തിൽ പേരുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ ഇരിക്കാൻ കാരണം. എന്നാലും ഒരു സംശയമാണ്. ഓക്കെ, നമ്മുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ ഉള്ളതുകൊണ്ട് നമ്മൾ ഇരിക്കുന്നത്, ഇല്ലെങ്കിൽ ഇരിക്കത്തില്ല ഇവിടെ. അപ്പോൾ അവിടെ അടുത്ത വാക്യം 14 പറയുന്നു, മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവോത്സവത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇതാണ് ദേഹിയുടെ മരണം, രണ്ടാം മരണം, തീപ്പൊയ്ക അല്ലേ? അവിടെ വെച്ചാണ് എന്നും എന്നേക്കുമായി മനുഷ്യൻ്റെ സോൾ, പ്രാണൻ, ദേഹി ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോയി. ഇനി ഒരിക്കൽ പോലും അല്ലേ രണ്ടാം മരണം, ഇനി ഒരിക്കൽ പോലും മനുഷ്യന് ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയയില്ല. നമ്മളല്ല രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് വരെ നമ്മൾക്ക് ഒന്നാം മരണം സംഭവിച്ച ആൾക്കാരാണ് നമ്മളെല്ലാം. ആണോ? എവിടെ ഒന്നാം മരണം സംഭവിച്ചത്? ഏതും തോട്ടത്തിൽ അല്ലേ? അന്ന് കഴിഞ്ഞു വന്നാലും നമുക്കൊരു ചാൻസ് ഉണ്ട്. ഇപ്പം ജാതികൾക്ക് എല്ലാവർക്കും ഒരു ചാൻസ് കൂടെ ഉണ്ട്. മടങ്ങി വരാൻ ചാൻസ് ഉണ്ട്. താഴ്ച ഭവിച്ചല്ലേ, അല്പം താഴ്ത്തി സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ട് വരാനൊരു ചാൻസ് കൂടിയുണ്ട്. പക്ഷേ വെള്ളസിംഹാസനായ വിധി കഴിഞ്ഞാൽ, 7000 വർഷത്തെ ദൈവത്തിൻ്റെ പ്രൊജക്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ചാൻസ് ഇല്ല. അവിടെ ദേഹി ഏൽപ്പിച്ചു കൊടുത്ത് രണ്ടാം മരണം എന്ന് പറയുന്ന എന്നും എന്നേക്കുമായുള്ള വേർപാട്, എന്നേക്കുമായുള്ള മരണം. ആരിൽ നിന്നാണ് മരിക്കുന്നത്? ആരിൽ നിന്നാണ് വേർപെട്ടു പോകുന്നത്? ദൈവത്തിൽ നിന്ന്. അതാണ് അതിനർത്ഥം. ദൈവത്തിൽ നിന്ന് മനുഷ്യൻ എന്നും എന്നേക്കുമായി വേർപെട്ടു പോകുന്നു, ദേഹി. അങ്ങനെ ഈ 3 മരണം കൂടി മനുഷ്യന് സംഭവിക്കും. ഇങ്ങനെയാണ് പൂർണ്ണമായ മനുഷ്യൻ്റെ മരണം സംഭവിക്കുന്നതെന്ന് മറന്നു പോകരുത്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ ഇപ്പം നമ്മൾ നിൽക്കുന്നത് മനുഷ്യൻ പാപം ചെയ്ത് മരണം മനുഷ്യൻ്റെ മേൽ കയറി വീണു എന്നത് കാര്യമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇങ്ങനെ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തെ വിട്ട് പോകുമെന്ന് ദൈവത്തിന് അവൻ്റെ സർവജ്ഞാനത്തിൽ അറിയാവുന്നത് കൊണ്ട് ദൈവം മനുഷ്യനെ വീണ്ടും ചേർക്കുവാൻ വേണ്ടി, കുശവനെ കുറിച്ച് പറഞ്ഞില്ലേ, വീണ്ടും ആ മണ്ണ് കുഴഞ്ഞു പോയിട്ട് വീണ്ടും കുഴച്ചെടുത്ത് വീണ്ടും നമ്മെ പണിയാൻ വേണ്ടി ദൈവം മനുഷ്യനെ എന്ത് ചെയ്യണം? പാപത്തിന് പരിഹാരം ചെയ്ത് വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ദൈവം ലോകമുണ്ടാകുന്നതിന് മുമ്പേ യേശു എന്ന് പറയുന്ന ദൈവപുത്രനെ പ്രീ പ്ലാൻ ചെയ്തു അല്ലേ? ഗോഡ് പ്രീ അപ്പോയിന്റഡ് ജീസസ് അവിടെ കാണാൻ കഴിയും നമുക്കല്ലേ? ഓക്കെ, ഇതിപ്പോഴല്ല. യേശു എന്നാ മരിച്ചത്? 1990 വർഷങ്ങൾക്ക് മുമ്പ് യേശു മരിച്ചത് നമ്മുടെ കണ്ണിൽ അല്ലേ? പക്ഷേ യഥാർത്ഥമായി യേശു മരിച്ചത് ഇപ്പോഴല്ല. ലോകമുണ്ടാകുന്നതിന് മുമ്പേ, ദൂതന്മാരെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ, ഏകനായ ദൈവം ഹൃദയത്തിൽ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ആര് മരിച്ചു? അല്ലേ? ആണോ അല്ലേ? യേശു എന്നാ മരിച്ചത്? വീട്ടിൽ പോയിട്ടൊക്കെ പഠിച്ചിട്ടൊക്കെ വരാ. യേശു എന്നാ മരിച്ചത്? 1990 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് അല്ല യേശു മരിച്ചത്. അത് അക്ഷരികമായിട്ട് ആണോ? യേശു അവൻ്റെ മരണം പിതാവിൻ്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ പുസ്തകത്തിൽ, ഇല്ലെങ്കിൽ പണ്ട് പഠിച്ചിട്ടുണ്ട്, ഒരു സിനിമ തിരക്കഥ എഴുതി വെച്ച് സിനിമ പിടിക്കുന്നത് പോലെ തന്നെ ആ തിരക്കഥ പറഞ്ഞ തെറ്റിദ്ധരിക്കതല്ലോ, അവസാനം വല്ലതും പറഞ്ഞേക്കല്ലേ അല്ലേ? ആ ദൈവം സകല പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന യഹോവയുടെ പുസ്തകത്തിൽ ആര് ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞു? യേശു. അത് ഓരോ ദിവസം ആ പുസ്തകത്തിൽ നിന്നാണ് ഓരോ ദിവസം ഭൂമി സംഭവിക്കുന്നത്. കൊറോണ വന്നപ്പോഴും ആ പുസ്തകത്തിലുള്ള കാര്യം ഇവിടെ സംഭവിച്ചു. മഹാമാരികൾ വന്നത് ആ പുസ്തകത്തിലുള്ള സംഭവിച്ചു. ആധാർ കാർഡ് വന്നത് ആ പുസ്തകത്തിലുള്ള സംഭവിച്ചു. എതിർക്കുസ് വരാൻ പോകുന്നത് ആ പുസ്തകത്തിലുണ്ടത്, അത് സംഭവിക്കാൻ പോകുന്നു. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് തോന്നുന്നത് പോലെയല്ല, ഇതൊക്കെ അവിടെ നിന്ന് അറിവുള്ളത് കൊണ്ടാണ്. ഇപ്പം നരേന്ദ്രമോദി സാറ് ഇന്ത്യയെ ഭരിക്കണമെന്ന് ഇവിടുത്തെ BJP-ക്കാർ തീരുമാനിച്ചതല്ല, രാഷ്ട്രീയം പറഞ്ഞതല്ല അല്ലേ? BJP-ക്കാർ തീരുമാനിച്ചതല്ലത്. മനുഷ്യനെ സിംഹാസനങ്ങളിൽ കയറ്റുന്നതും ഇറക്കുന്നതും. ദാനിയേൽ എന്താ പറഞ്ഞത്?
ദൈവമാണ്. രാജാക്കന്മാരെ ഇറക്കുന്നതും കയറ്റുന്നതും ദൈവമാണ്. മനസ്സിലാവുന്നുണ്ടോ? ആണോ? ഓക്കെ. അപ്പോൾ മനുഷ്യൻ വീണുപോയ മനുഷ്യനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവം പ്ലാൻ ചെയ്തത് യേശുക്രിസ്തുവിലൂടെയാണ്. ആ യേശുക്രിസ്തുവിനെ അന്ന് തന്നെ, ലോകമുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ദൈവം മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പാപത്തിന് പരിഹാരം ചെയ്തത് അല്ലേ? പാപമാണ് എന്നെയും ദൈവത്തെയും തമ്മിൽ വേർപെടുത്തിയിരിക്കുന്നത് അല്ലേ? എങ്കിൽ ആ പാപത്തിന് പരിഹാരം ചെയ്താൽ മാത്രമേ വീണ്ടും മനുഷ്യനെ വീണ്ടും ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് പാപത്തിന് പരിഹാരം ചെയ്യുവാൻ അന്ന് തന്നെ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എവിടെയാ? ദൈവത്തിൻ്റെ ഹൃദയത്തിൽ, പുസ്തകത്തിൽ, യഹോവയുടെ പുസ്തകത്തിൽ അല്ലേ? എല്ലാം ശരി തന്നെയല്ലേ? ആണോ? ഗലാത്യ 4-ാം അധ്യായം 1 മുതൽ 4 വരെ പഠിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത്, അവകാശി സർവ്വത്തിലും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാളൊട്ടും വിശേഷതയുള്ളവനല്ല. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗൃഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ എന്ന് ഞാൻ പറയുന്നു. അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിൻ്റെ ആദ്യപാഠങ്ങളിൽ കീഴ്പ്പെട്ടിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ 1-2 വാക്യങ്ങൾ പഠിപ്പിക്കുക. ഒരു വലിയൊരു, ഞാൻ പറയാം, ഈ ഭൂമിയിലെ ഒരു യജമാനന് ഒരു കുഞ്ഞ് ജനിച്ചു. ആ യജമാനൻ കോടിക്കണക്കിന് സ്വത്തുള്ള മനുഷ്യനാണ്. പക്ഷേ ആ കുഞ്ഞ് ജനിച്ചു, പക്ഷേ അതിന് കഴിവില്ല. അപ്പനെ സ്വത്ത് നോക്കി നടത്തുവാനോ ബിസിനസ് നോക്കി നടത്തുവാനോ കഴിവില്ല അവന്, അല്ലേ? നിങ്ങളുടെ കുഞ്ഞുങ്ങളായ മക്കൾക്ക് നിങ്ങൾ വീട് താക്കോലൊക്കെ കേൾപ്പിക്കുമോ? അല്ലെ ലോക്കറിനൊക്കെ പൈസ കേൾപ്പിക്കുമോ? ഇല്ല, കേൾപ്പിക്കില്ല. കാരണം നൂർത്തടിച്ച് കളയും. കോലുമിഠായി മേടിച്ചും ഐസ്ക്രീം മേടിച്ച് ചപ്പി അവസാനം രോഗം വന്നല്ലേ, തൊണ്ടയൊക്കെ പഴുത്ത്, പിന്നെ വെറുതെ ഞാൻ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഒരു യജമാനൻ, അവകാശ സർവ്വത്തിന് യജമാനെങ്കിലും ശിശുവാണെങ്കിൽ ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളതല്ല. എന്നാൽ ആ പിതാവ് നിശ്ചിച്ച സമയമുണ്ട്. അവൻ പഠിച്ച് ജോലി പഠിച്ച് അല്ലേ, അവൻ MBA ഒക്കെ പഠിച്ച് വലിയ ആളായി തീരുമ്പോൾ അവൻ ആരായിത്തീരും? പിതാവിൻ്റെ ഭവനത്തിൻ്റെ അധികാരിയായി തീരും. പക്ഷെ ഇവൻ ഇപ്പം ആരാ? ശിശുവാ. കാരണം അവൻ ദാസനെ പോലെയുള്ളൂ, ശിശുവാ. അവന് പിതാവിൻ്റെ മഹത്വമോ ബിസിനസ്സോ പിതാവിൻ്റെ ഇഷ്ടങ്ങളോ ഒന്നും അറിയില്ല. അവനും ദാസനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ആണല്ലോ? ദാസന്മാർ ഒരിക്കലും ഭവനത്തിൽ, യോഹന്നാൻ പഠിപ്പിക്കുന്നില്ലേ, ദാസൻ എന്നേക്കും 8-ാം അധ്യായം യോഹന്നാൻ 8-ാം അധ്യായത്തിൽ പറയുക, ദാസൻ എന്നേക്കും ഭവനത്തിൽ വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനോ എന്നേക്കും വീട്ടിൽ വായിക്കാറില്ലേ? എന്നിട്ട് പറയാം, അതുപോലെ നാമം ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന് ആദ്യപാഠങ്ങളിൽ കീഴ്പ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണ്ണം വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചത് അല്ലേ? അപ്പോൾ യേശുവിനെ ആ കാലസമ്പൂർണ്ണത വന്നാൽ, കാലസമ്പൂർണ്ണത എന്ന് പറഞ്ഞാൽ എന്താ? കാലത്തിനൊടുക്കം, കാലത്തിനൊടുക്കം. പക്ഷേ യേശു വന്ന 2000 വർഷങ്ങൾക്ക് മുമ്പാണ്. അത് കാലത്തിനൊടുക്കമാണോ? അല്ല. ഇപ്പോഴും കാലത്തിനൊടുക്കമാണോ? അല്ല, ഇനിയും 1000 ആണ്ട് കിടക്കുകയാ. നമ്മൾ പറയുന്നത് കർത്താവ് സമയം കഴിയാറായി അല്ലേ? എന്താ പറയാ, കാലം കഴിയാറായി, ഒടുക്കം, കർത്താവിൻ്റെ വരവ് സമീപമായിരിക്കുന്നത് നമ്മൾ പറയില്ലേ? അത് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്ന അതല്ല. ഓരോ യുഗത്തിൻ്റെ ഒടുക്കമാണ്. ആണോ ഇല്ലയോ? ഓരോ യുഗമുണ്ട്. കൃപായുഗം എന്ന് പറയും അല്ലേ? മനസാക്ഷി യുഗം ഉണ്ടായിരുന്നു. ആ സമയം കഴിഞ്ഞപ്പോൾ അടുത്ത യുഗം പിറന്നു, ന്യായപ്രമാണ യുഗം. അത് കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തുവിലൂടെ അത് അവസാനിച്ചു. വീണ്ടും എന്ത് യുഗം സ്റ്റാർട്ട് ചെയ്തു? കൃപായുഗം. അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ്, കൃപ ഒരു സമയപരിധിയെ പറഞ്ഞു വരുന്നത് അല്ലേ? കാലസമ്പൂർണ്ണം വന്നപ്പോൾ, ഒരു കാലത്തിൻ്റെ മനുഷ്യൻ്റെ പാപപരിഹാരത്തിനുള്ള സമയമായപ്പോൾ, അതാണ് അർത്ഥം അല്ലേ? വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി ദൈവം യേശുവിനെ ജനിപ്പിച്ചത് നമുക്കറിയാൻ കഴിയും അല്ലേ? അപ്പോൾ കാലസമ്പൂർണ്ണത വന്നപ്പോഴാണ് ദൈവത്തിൻ്റെ പുത്രൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് പകരക്കാരനായിട്ട് യാഗമായതെന്ന് കാണാൻ കഴിയും. എന്തിനു വേണ്ടിയാ? നമുക്ക് വേണ്ടി അല്ലേ? അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം പൗലോസ് അരയോപക കുന്നിൻ്റെ മുമ്പിൽ വെച്ച് നടന്ന ഏറ്റവും വലിയ പ്രസംഗങ്ങളിൽ ഒരു പ്രസംഗമാണ്. 3 പ്രസംഗങ്ങൾ, വലിയ പ്രസംഗമുണ്ട് പൗലോസിൻ്റെ. അതിൽ മറ്റൊരു പ്രസംഗമാണ് അരയോപക വെച്ചുള്ള ഒരു പ്രസംഗം അല്ലേ? അതിൽ പറയുന്ന കാര്യമുണ്ട്, ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി. ഇതാരാ? ഈ പുള്ളിക്കാരനായതാ? ആദം. ഒരു ആദമിൽ നിന്ന് ഭൂമി മുഴുവനും കുടിയിരിക്കുവാനായിട്ട് യെശയ്യാവിൽ വാക്യമില്ലേ,
ഭൂമി മനുഷ്യന് പാർപ്പിന് അത്രയും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഒരു മനുഷ്യനിൽ നിന്ന് ഭൂതലത്തിലൊക്കെയും കുടിയിരിപ്പാൻ ഒരുത്തിൽ നിന്ന് മനുഷ്യരാജാതിയൊക്കെ ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നമുക്കെല്ലാവർക്കും എന്തുണ്ട്? ഈ ഭൂമിക്ക് കാലപരിധിയുണ്ട്. അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നില്ലതാണ്. അതാണ് യഥാർത്ഥ ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ. ഈ പ്രപഞ്ചം മുഴുവൻ റോമർ 1-ാം പറയുന്നത് അല്ലേ, എല്ലാം ദൈവത്തിൻ്റെ ശക്തിയും വല്ലവത്വമൊക്കെ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കി കാണാൻ കഴിയും മുഴുവനും. ഏത് മനുഷ്യനും, ഏത് ഗോത്രങ്ങളാവട്ടെ, ഏത് മതമാകട്ടെ, എല്ലാവരും അതുമേൽ നോക്കി ദൈവമേ അല്ലേ മനുഷ്യനെ നോക്കി, അല്ലെങ്കിൽ പരമ്പര ജ്യോതി നോക്കി, സൃഷ്ടിപ്പുകളൊക്കെ നോക്കി ഈ സൃഷ്ടി ദൈവം ആരെന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം എല്ലാ മനുഷ്യർക്കുമുണ്ട്. ആ ദൈവം അങ്ങനെ വെച്ചിരിക്കുക. പക്ഷേ മനുഷ്യൻ അന്വേഷിക്കുന്നില്ല എന്നൊരു കാര്യം സത്യമാണല്ലേ. എന്നിട്ട് വാക്യം പറയുന്നത് 31-ാം വാക്യം പറയുക, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഇനി വരാൻ പോകുന്ന ന്യായവിധിയൊക്കെ മനുഷ്യൻ ദൈവത്തെ തള്ളിക്കളഞ്ഞാലും ഇല്ലെങ്കിൽ നമ്മുടെ സൃഷ്ടിപ്പ് നോക്കിയാൽ, എല്ലാ സൃഷ്ടിപ്പും നോക്കിയാൽ ദൈവത്തിന് അദൃശ്യകാലം കാണാൻ കഴിയും അല്ലേ? ഇത്ര മനോഹരമായിട്ട് ദൈവം ഇതൊക്കെ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത്. അത് നോക്കിയാൽ യഥാർത്ഥമായ ജീവനുള്ള ദൈവത്തെ കണ്ടെത്താൻ കഴിയുമായിരുന്നു. പക്ഷേ എന്നിട്ടും നോക്കാതെ അവരെ കൈപ്പണിയായ വിഗ്രഹങ്ങളുടെ പുറകെ മനുഷ്യൻ പോകുമ്പോൾ ദൈവം പറയുക, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ ജഡ്ജ്മെൻറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോഴല്ല, അത് ഓൾറെഡി ന്യായാധിപൻ നിയമിച്ചു, സിംഹാസനം നിയമിച്ചു, അതിന് പുസ്തകം നിയമിച്ചു, എല്ലാം ഉണ്ട്. ഇതൊക്കെ ഓൾറെഡി നിയമിക്കപ്പെട്ടതാ. എന്നിട്ടാണ് പറയുന്നത് അല്ലേ, അവന് ആ ദൈവത്തെ അന്വേഷിക്കാത്ത ഏത് മനുഷ്യനെയും ന്യായം വിധിക്കേണ്ടതിന് അവന് ദൈവം മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പും നൽകിയിരിക്കും. നമ്മുടെ പ്രസംഗം അതൊക്കെ ആയിരിക്കണം. നമ്മുടെ പ്രസംഗത്തിൽ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത് മാത്രമല്ല, എന്തുകൂടി പറയണം, പരിശുദ്ധാത്മാവിൻ്റെ 3-ാമത്തെ പ്രവൃത്തിയാണ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും. ദൈവത്തെ അനുസരിക്കുന്നില്ലെങ്കിൽ ശിക്ഷ വരുമെന്ന് പറഞ്ഞാൽ ഉള്ളത് തന്നെയാണ്. ആണോ? അത് ഏത് മനുഷ്യനും പറയാൻ നമുക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മൾ ഒന്നിനും അറിവില്ലായ്മ കൊണ്ടായിരിക്കും അവർക്ക്, അതല്ലെങ്കിൽ അവർക്കത് മനസ്സിലാകണം. ഇല്ലെങ്കിൽ സ്വയം തള്ളിക്കളട്ടെ അവർ അല്ലേ. അപ്പോൾ അവിടെയും യേശുക്രിസ്തുവിന്റെ ഉയർപ്പിനെ കുറിച്ച് കാണാൻ കഴിയും. ഉൽപ്പത്തി 3:15 എന്താ? ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. അപ്പോൾ പാപം ചെയ്ത് ദൈവത്തെ വിട്ടുപോയ മനുഷ്യനെ വീണ്ടും ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ ദൈവം ആദ്യമായി പ്രോമിസ് ചെയ്തു അല്ലേ, വാഗ്ദാനം കൊടുത്തു. എന്താ? യേശുവിനെ അല്ലേ, സൂര്യയുടെ സന്തതിയായി ഒരുവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി മരിക്കുമെന്ന് ദൈവം വാഗ്ദത്തം കൊടുത്തിരിക്കുക. ദൈവം ചെയ്തോ? വാക്യം 23-24 വാക്യം വായിക്കുമ്പോൾ, അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു. ജീവന്റെ വിഷത്തിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിൻ്റെ ജ്വാലയാൽ നിർത്തി. അപ്പോൾ ദൈവം മനുഷ്യന് വാഗ്ദത്തം കൊടുത്തു. എന്താ? ദൈവത്തെ വിട്ടുപോയാലും അവനെ വീണ്ടും ദൈവത്തിലേക്ക് ചേർപ്പാൻ വേണ്ടി ദൈവം പാപപരിഹാരം ചെയ്യുവാൻ അല്ലേ. പാപത്തിന് ശമ്പളം മരണം. ഈ തത്വം മറന്നു പോകരുത്. ഒരിക്കലും മരണവും ന്യായവിധിയും 9:27 എബ്രായലേഖനം മനുഷ്യൻ നിയമിച്ചു വെച്ചിരിക്കുന്നു. പാപമത്ര എന്നെയും ദൈവത്തെയും തമ്മിൽ അകച്ചിരിക്കുന്നത്. രക്തം ചീന്താതെ പാപത്തിന് വിമോചനമില്ല. അപ്പോൾ ഇനി യേശു അല്ലെങ്കിൽ ദൈവം പറയുക, ഇനി ആ സ്ത്രീയുടെ സന്തതിയായി യേശു ഭൂമിയിലേക്ക് ജനിച്ച് നമുക്ക് പകരമായി രക്തം ചീന്തി നമ്മെ വീണ്ടും ദൈവത്തോട് അടുപ്പിക്കണം, കാണാൻ കഴിയും. ഓക്കെ, ഇത് സ്വീകരിക്കാത്ത ഏത് മനുഷ്യനും വിവേകശൂന്യനാണെന്നാണ് വേദോസം പഠിപ്പിക്കുന്നത് അല്ലേ. സങ്കീർത്തനം 49:20 പറയുന്നു, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യൻ. പാപപരിഹാരം ചെയ്യുവാൻ അല്ലെങ്കിൽ സ്വയം നീതിമാനാകാൻ ശ്രമിക്കുന്ന മനുഷ്യൻ നേർച്ച കാഴ്ച വഴിപാടുകളിലൂടെ കയറിയും പുണ്യ നദികളിൽ സ്നാനം കഴിച്ചും സ്വയം മനുഷ്യൻ നീതിമാനാകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുക അല്ലേ. ആണല്ലോ. അതിൻ്റെ പിന്നിൽ മതങ്ങളുടെ കരമുണ്ട്. 7 കൂദാശകൾ ചൊല്ലിയാൽ
സ്വർഗത്തിൽ പോകുമെന്ന് ക്രിസ്തീയ മതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അല്ലേ? മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി ബലിയിട്ടാൽ, തലമുറകൾ ബലിയിട്ടാൽ അവരെ ആത്മാക്കൾ സ്വർഗത്തിൽ പോകുമെന്ന് വേറെ കൂട്ടർ പഠിപ്പിക്കുന്നുണ്ട്. ഒട്ടനവധി മറ്റു കൂട്ടർ പറയുന്നത് പാപം ചെയ്യലും, ഭൂമിയിൽ വെച്ച് പാപം ചെയ്യലും കുഴപ്പമില്ല, അവരെ ചെറിയ ചെറിയ കുട്ടി നരകങ്ങളിൽ ഇട്ടിട്ട് അവരെ ശുദ്ധീകരിച്ച് ഹ്യൂറിയിലൂടെ കല്യാണം കഴിപ്പിച്ച്, കന്യകമാരോട് കല്യാണം കഴിപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുമെന്ന് അവർ വിശ്വസിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് അല്ലേ? പക്ഷേ വചനം പറയുന്നു, മാനത്തോടെ ഇരിക്കുന്ന മനുഷ്യൻ വിവേകം നഷ്ടപ്പെട്ടു പോയാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനാണെന്ന് പഠിപ്പിക്കുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് പിന്നീട് ആഴമായി, ഈ വാക്യത്തെക്കുറിച്ച് പിന്നീട് ആഴമായി നമ്മൾ എപ്പോഴും പഠിക്കും. മനുഷ്യന് വിവേകം നഷ്ടപ്പെട്ടു പോയാൽ, അല്ലേ, ഞാൻ വെറും ഭൂമിയിൽ ദൈവത്തെ വിട്ടുപോയ മനുഷ്യൻ മാത്രമാണെന്നും എനിക്ക് എൻ്റെ അധ്വാനം കൊണ്ട് ദൈവത്തിലേക്ക് മടങ്ങി വരാൻ കഴിയില്ലെന്നും മനുഷ്യൻ സ്വയം അറിയാത്രത്തോളം കാലം മനുഷ്യൻ വിവേകശൂന്യനാണ്. ഓക്കെ, ഈ ആ വാക്കിന് ഇനി പിന്നീട് ആഴങ്ങളും മർമ്മങ്ങളും ഒരുപാടുണ്ട്, അതിനെക്കുറിച്ച് പിന്നീട് നമ്മൾ എപ്പോഴും ചിന്തിക്കും. ഓക്കെ, 1 പത്രോസ് ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യം. അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവരും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനുമാകുന്നു. അപ്പോൾ യേശു 2000 അല്ലെങ്കിൽ 1990 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനാ. പക്ഷേ അവൻ ആരാ? ലോകസ്ഥാപനത്തിന് മുമ്പേ നമുക്ക് പകരക്കാരായി മുന്നറിയപ്പെട്ടവനാണ്. ഈ വാക്കുകൾ മുന്നറിയപ്പെട്ടതല്ലേ? ഈ വാക്കുകളൊക്കെ നിങ്ങൾ ആഴമായി ചിന്തിക്കേണ്ട വിഷയമുണ്ട്. കാരണം ഇതേ വാക്ക് തന്നെയാണ് എന്നെയും നിങ്ങളെയും കുറിച്ച് പറയുന്നത്. ലോകമുണ്ടാകുന്നതിനൊക്കെ മുമ്പ് തന്നെ അവൻ നമ്മെ മുൻ നിയമിച്ചതാണ്, മുന്നറിഞ്ഞതാണ്. വായിച്ചിട്ടുള്ള ഈ വാക്കുകളൊക്കെ യേശുവിനെ കുറിച്ച് പറയുന്ന അതേ സ്ഥലത്തൊക്കെ എൻ്റെയും നിങ്ങളുടെയും പേരുകൾ കാണാൻ കഴിയും. ഓക്കെ, വിടുകയാണ് ഞാൻ. നിങ്ങൾക്ക് ചിന്താവിഷയത്തിലേക്ക് വിട്ടുന്ന മാത്രം. നിങ്ങൾക്ക് ഈ ബൈബിൾ വായിക്കുമ്പോൾ അങ്ങനത്തെ വാക്കുകൾ കണ്ടാൽ നിങ്ങളുമുണ്ട്, യേശുവിൻ്റെ കൂടെ നിങ്ങളുമുണ്ട്. ഇപ്പോൾ ഉൽപ്പത്തി പുസ്തകം 3:15 വാക്യമുണ്ട്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും. ആരാ സ്ത്രീയുടെ സന്തതി? ഞാനിവിടെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. സ്ത്രീയുടെ സന്തതി ആരാ? ശോശുവ. ആരാ സ്ത്രീയുടെ സന്തതി? ആരാ? ഇനി ഒത്തിരി കൂടി കടുപ്പിച്ച് ചോദിച്ചിട്ടുണ്ടല്ല, പിന്നെ ഇവിടെ വീടാ സൗണ്ടേക്കാൻ പറ്റും നമുക്കല്ലേ. സ്ത്രീയുടെ സന്തതി യേശുവ. ഡൗട്ട് വേണ്ട, നമുക്ക് എല്ലാവർക്കും കന്യക ഗർഭം ധരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ സ്ത്രീ അതിനെക്കുറിച്ച് പറയുന്നതൊക്കെ അതാ. പക്ഷേ നിങ്ങൾ ഒരിക്കലും ആ വാക്ക് മാത്രം വിശ്വസിക്കരുത്. ഇന്ന് ലോകത്തിലുള്ള ഞാൻ പറയാം നല്ലൊരു ശതമാനം ക്രിസ്തീയ വിഭാഗം, പെന്തക്കോസ്, IPC, അസ്റ്റോഗഡ്, AG, പിന്നെ എന്തൊക്കെയാ ബ്രദറൻ ഗ്രൂപ്പ്, എടുത്തു നോക്കിയാലും, ഞാൻ അവരെയൊക്കെ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്, എടുത്തു നോക്കിയാലും അവരെയൊക്കെ സിലബസിൽ സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നത് യേശു മാത്രമാണ്. തെറ്റാണ്. യേശുവിനെ ഒരിക്കലും യേശുവിനെയും അവൻ്റെ വിശുദ്ധ മണവാട്ടി നമ്മളെയും ഒരിക്കലും വേർപെടുത്താൻ കഴിയില്ല. കാരണം യേശു ശിരസാണെങ്കിൽ നമ്മൾ ശരീരമാണ്. എവിടെയൊക്കെയോ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നുവോ അവിടെ അതിനോട് കൂടെ വേറൊരു ഗ്രൂപ്പുകാർ മുഴുവുണ്ട്. അത് വേറെ ആരുമല്ല, അവൻ്റെ രക്തത്താൽ വിലക്ക് വാങ്ങപ്പെട്ട ജയാളികളായ കൂട്ടർ. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ സ്ത്രീയുടെ ഒരു കുഞ്ഞിനെ, വെളിപ്പാട് പുസ്തകം പഠിച്ചാൽ പ്രേതം വരും അല്ലേ? പേടിയാണ് വെളിപ്പാട് പുസ്തകം. ചില ആൾക്കാർക്ക് വെളിപ്പാട് പുസ്തകം പഠിച്ച പേടിച്ചിരിക്കുന്ന ആൾക്കാർ എനിക്കറിയാം. പ്രേതം വരുന്നു, രാത്രി ഉറക്കത്തിന് പ്രേതം വരുന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം വായിച്ച. കാരണം വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം പറയുന്നു സ്ത്രീയുടെ സന്തതി 5-ാം വാക്യം ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. വാക്യം വായിച്ചേ, 5-ാം വാക്യം. വായിൽ വരുന്നില്ല, ഞാൻ കാണപ്പടം പറഞ്ഞ പക്ഷേ പെട്ടെന്ന് വരുന്നില്ല. ചെങ്കോൽ കൊണ്ട് ഭരിക്കുവാനുള്ള ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ആരാ അവൾ? സ്ത്രീയെക്കുറിച്ച് പഠിപ്പിച്ചു വരുന്ന മുകളിൽ അല്ലേ? സ്ത്രീയെക്കുറിച്ച് പഠിച്ചു. ഒരു സ്ത്രീ ഒരു ആൺകുട്ടിയെ പ്രസവിക്കുക, അതിനെക്കുറിച്ചാണ് പഠിപ്പിച്ചു വരുന്നത് അല്ലേ? അപ്പോൾ നിൽക്കട്ടെ, ചെങ്കോൽ കൊണ്ട് ഭരിക്കാൻ പോകുന്ന ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. ഇതാരാ? യേശുവാണെന്ന് എല്ലാവരും പറയുന്നത്.
അവൻ ഓൾറെഡി ജയിച്ച് ജയാളിയാ സ്വർഗത്തിൽ പോയിരിക്കുക. പിന്നെ അവനിനി എന്തോ ജയിക്കാനാ? കർത്താവ് ജയാളിയായിട്ടിരിക്കുക അവിടെ. ഞാൻ പറഞ്ഞില്ലേ, അവൻ ശിരസും അവൻ്റെ ഉടലിൽ നിന്ന് ഇവിടെ കിടക്കുകയാ. നമ്മുടെ വിഷയം നമ്മളിന്ന് അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ടില്ലെന്ന് തോന്നണം. നമ്മുടെയൊക്കെ ഇരിപ്പ് കണ്ടിട്ട് അതാ നമ്മുടെ വിഷയം. നമ്മൾ അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി മാറിയാൽ മാത്രമേ യഥാർത്ഥമായി യേശുവിനെ നമുക്ക് ലഭിക്കത്തുള്ളൂ. മനസ്സിലാവുന്നില്ലല്ലേ? നമ്മൾ അവൻ്റെ ശരീരമാണ്. യേശുവിനെ മുറിക്കുവാൻ കഴിയത്തില്ല. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കുമെന്ന് പറഞ്ഞാൽ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 11-ാം വാക്യം പറയുന്നു. എന്താ പറയുക, എന്താ വാക്യം വെച്ചേ, വായിലേക്ക് ഓടി വരുന്ന ചില സമയം അവർ അവനെ കുഞ്ഞാണ്ട് രക്തഹേതുവായും തങ്ങളുടെ വായിൽ സാക്ഷ്യവനത്താലും അവർ അവനെ ജയിച്ചു. ആരാ ജയിച്ചത്? സഭയല്ല, ജയാളികളായ സഭ. അങ്ങനെ പറ അല്ലേ? സൺഡേ വിശ്വാസിനെ കുറിച്ചല്ല പറയുന്നത് അല്ലേ? ജയാളികളായവർ, പുരുഷത്വം പ്രാപിച്ചവർ, ലോകത്ത് ജയിച്ചവർ, ജഡത്തിൻ്റെ മോഹങ്ങളെ ഓരോ ദിവസം കാൽവരിക്കുരിശിൽ ഏൽപ്പിച്ചു കൊടുത്തവൻ, ദൈവത്തിന് ഇഷ്ടമറിഞ്ഞ് ഭൂമിയിൽ ജീവിച്ചവൻ, എന്നും ദൈവപുത്രനെ പ്രസാദിപ്പിക്കുന്നവൻ, എല്ലാവരുടെ മുമ്പിൽ ദൈവപുത്രനെ ഏറ്റുപറയുന്നവൻ, ജയാളിയായ കൂട്ടർ, സ്ത്രീയുടെ സന്തതി. അങ്ങനെയെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 2:3-15 സർപ്പത്തിനെ തല തകർക്കും. ഏതാ സർപ്പം? ആരാ? നമ്മുടെ വീട്ടിൽ വഴക്കിടുമ്പോൾ ഈ പിശാച് തന്നാന്നൊക്കെ പറഞ്ഞ അതല്ല, ആ സർപ്പമല്ല ഞാൻ പറയുന്നത്. ഇതേത് സർപ്പമാ? ഉൽപ്പത്തി 3:15 സാത്താൻ, പഴയ പാമ്പായ സാത്താൻ. വെളിപ്പാട് 12-ാം അധ്യായം 12-ാം വാക്യം. ആരാത്? സാത്താൻ. അപ്പൊ യേശു ജയാളിയായി സ്വർഗത്തിൽ പോയി. ഇനി അവന്റെ ശരീരം ഇവിടെ കിടക്കുകയാ. ജയിക്കണ്ടേ? ഓ എന്നോ ജയിക്കാനാ, അങ്ങനെ കാഴ്ചയൊക്കെ പോണം നമുക്ക് അല്ലേ? ഓക്കെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അകത്തേക്ക് അതൊക്കെ പതിയെ പതിയെ കയറണം. ഈ വാക്യങ്ങളൊക്കെ നമ്മൾ ആരെന്നുള്ള വെളിപ്പാടാ ദൈവം നമ്മളെ. ബാക്കി ഒരുപക്ഷെ നല്ലൊരു ശതമാനം ഉപദേശം കേട്ടാലും അവിടെയെല്ലാം വ്യത്യസ്തമായ രീതിയിലാണ് പഠിപ്പിക്കുന്നത്. അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരാൻ കഴിയുന്നില്ല അവർക്ക്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ക്രിസ്തുവിനെയും യേശുവിനെയും തമ്മിൽ, ക്രിസ്തുവിനെയും എന്നെയും തമ്മിൽ ഒരിക്കലും വേർപിരിക്കാൻ കഴിയത്തില്ല. കാരണം അവൻ ശിരസാണെങ്കിൽ ഞാൻ അവൻ്റെ ശരീരമാണ്. മുറിച്ചാൽ അവിടെ ജീവൻ അറ്റുപോയിരിക്കും. ആണല്ലോ? ഒക്കെ വിടുകയാണ്. 1 കൊരിന്ത്യർ ലേഖനം നമ്മൾ പത്രോസിലാണ് വായിച്ചല്ലേ? അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനുമാകുന്നു അല്ലേ? നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി യേശു ക്രിസ്തുവിനെ മുൻ നിയമിച്ച് വെച്ചിരിക്കുക. ലോകമുണ്ടാകുന്നതിനൊക്കെ മുമ്പേ അല്ലേ? എവിടെയാ? ദൈവത്തിൻ്റെ പുസ്തകത്തിൽ. പക്ഷേ അവൻ എന്നാ മരിച്ചത്? 2000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലേ? എന്നാൽ നിയമിക്കപ്പെട്ടപ്പോഴാ? ലോക സകലതും ഉണ്ടാകുന്ന സമയം മുമ്പ്. അതുകൊണ്ട് നമ്മൾ യെശയ്യാപ്രവചന പുസ്തകം 46-ാം അധ്യായം 10-ാം വാക്യത്തിലും സഭാപ്രസംഗി 7-2-3 വാക്യങ്ങൾ നമ്മൾ വാക്യം പഠിച്ചു. ആരംഭത്തിൽ തന്നെ അവസാനവും, പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, പഠിക്കുന്ന കാര്യങ്ങളൊക്കെ വീട്ടിൽ പോയി കാണാപ്പാടം പഠിക്കുന്നതൊക്കെ മനസ്സിലായിരിക്കും. എല്ലാ പുസ്തകത്തിലുണ്ട്. പക്ഷേ എഫേസ്യർ 1:4 പറയുന്നു. എഫേസ്യർക്ക് ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം പറയുന്നു, നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. ലോകമുണ്ടാകുന്നതിന് മുമ്പേ, ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പേ, ദൂതന്മാരെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ അവൻ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. ആരാ അവനിൽ? ക്രിസ്തുവിൽ. മനസ്സിലാവുന്നുണ്ടോ? എന്തിനു വേണ്ടിയാ? യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, ഇല്ല വീര്യപ്രവൃത്തി ചെയ്ത് ബിസിനസ്സൊക്കെ വളർത്തി. പിന്നെന്തിനാ? നാം പാപം ചെയ്ത് വിട്ടുപോയ നാം, ലോകമയത്തിൽ ജീവിക്കുന്ന നാം, ജഡയിച്ചകൾ മുഴുകി ജീവിക്കുന്ന നാം, പിശാചിന്റെ ചതിയിൽ പെട്ടുപോയ നാം, നമ്മെ ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലക്ക് വാങ്ങിയിട്ട് നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകണം. ഇപ്പോൾ എന്തിനു വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത്? വിശുദ്ധരും നിഷ്കളങ്കരുമാകുവാൻ വേണ്ടി, വചനം പഠിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്, അവനെപ്പോലെ ആയി മാറാൻ വേണ്ടി. പക്ഷെ എന്തുണ്ട്? എന്നെ അവൻ ഓൾറെഡി തിരഞ്ഞെടുത്തിരിക്കുക അവനിൽ. അതുകൊണ്ട് അവൻ എന്നെ മാറ്റുമെന്നുള്ളത് നമ്മുടെ ചങ്കിൽ തൊട്ട് നമുക്ക് പറയാൻ കഴിയും. വിളിച്ചവൻ വിശ്വസ്തനാണ്. അതാണ് സത്യം ഇല്ലേ? അവൻ എന്നെ തിരഞ്ഞെടുത്തിരിക്കുക. ഞാൻ അവൻ്റെ വചനം വിശ്വസിക്കുന്നു. ലോകമുണ്ടാകുന്നതിന് മുമ്പേ അവൻ എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് അല്ലേ, അവൻ എന്നെ നിഷ്കളങ്കരും വിശുദ്ധനുമാക്കി ഈ ആയുസ്സിൽ എന്നെ മാറ്റിയെടുക്കുന്നുള്ളത് എൻ്റെ ഹൃദയത്തിലുള്ള വിശ്വാസമാണ്. പ്രാണൻ പോകേണ്ടി വന്നാലും അവൻ എന്നെ ശുദ്ധീകരിക്കും. കാരണം ഇതവൻ്റെ വാക്കാണല്ലേ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ?
ലേഖനത്തിൽ 2-ാം അധ്യായം 7 മുതൽ 9 വരെ പഠിക്കുമ്പോൾ ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ, ലോകമുണ്ടാകുന്നതിന് മുമ്പേ എന്തിനു വേണ്ടിയാ? നമുക്ക് രോഗസൗഖ്യം നൽകാനും കടബാധ്യത മാറ്റാൻ വേണ്ടിയാണോ? പിന്നെ എന്തിനു വേണ്ടിയാ? നമ്മുടെ തേജസ്സിന് വേണ്ടി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന് ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നത്. പൗലോസൊക്കെ പറയാ മർമ്മം എന്ന് പറഞ്ഞാൽ മറ നീക്കി വെളിപ്പെടുത്തുന്നത് അല്ലേ? പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് മർമ്മങ്ങളൊക്കെ കാണാം. വെളിപ്പാട് പുസ്തകം മർമ്മം, മഹദിയാം ബാബുലോൺ മർമ്മം അല്ലേ? സഭയെക്കുറിച്ച് പറയുമ്പോൾ മർമ്മം അല്ലേ? എന്തോരം മർമ്മങ്ങളൊക്കെ കർത്താവ് പഠിപ്പിക്കുന്നത്. എന്താ മർമ്മം? എന്തോ മറച്ചു വെച്ചിരിക്കുക, പിതാവിൻ്റെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യം അല്ലേ? അത് നമ്മൾ വിളിച്ച് വേർതിരിച്ച് മാറ്റിയെങ്കിലും നമുക്കിന്ന് മോശയുടെ മുഖത്തിട്ട മൂടുപടം പോലെ നമുക്ക് പലപ്പോഴും മറ തന്നെയായിരുന്നു. പക്ഷേ അതൊക്കെ ആ മോശയുടെ മുഖത്തുനിന്ന് ആ മുഖം മൂടിയില്ലേ, വെയിലല്ലേ, ആ മുഖം മൂടി മാറ്റിയിട്ട് മൂടുപടം മാറ്റിയിട്ട് അല്ലേ? അതുപോലെ തന്നെ നമ്മളും. അതുകൊണ്ടാണ് ഈ 2 കൊരിന്ത്യർ ലേഖനം 4:4 പറയാൻ പറ്റും, വേഗം പറയാൻ പറ്റുമോ? 2 കൊരിന്ത്യർ 4:4 വേഗം പറ. അത് തൊട്ട് മോളിൽ 3-ാം അധ്യായത്തിൽ 4-ാം അധ്യായത്തിൽ എന്താ പറയുന്നത്? മനസ്സിനെ ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം ശോഭിക്കാതിരിപ്പാൻ കാണണം. ബാക്കി പറ. ഇത്രയും ഞാൻ പറഞ്ഞു. ഈ ലോകത്തിലെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ആരാ വിശ്വാസി? ഈ പുൾപിറ്റിൽ നിന്ന് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, ഇവിടെ നിന്ന് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം ശോഭിക്കാതിരിപ്പാൻ തക്കവണ്ണം ഈ ലോകത്തിലെ ദൈവമായ, അല്ലെങ്കിൽ ലോകത്തിലെ പ്രഭുവായ പിശാചിന്റെ അല്ലേ അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ആരാ വിശ്വാസി? അപ്പുറത്ത് കത്തോലിക്കാര്, ഹിന്ദുക്കള്, മുസൽമാന്മാര്, പിന്നെ ആരാ? കൊരിന്ത്യ സഭക്കാര്, രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് ദൈവകൃപയിലായിരിക്കുന്ന, കൃപാവരമുള്ള അല്ലേ, ഭൂതങ്ങളെ പുറത്താക്കുന്ന വിശ്വാസികൾ. ഈ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം ആർക്കെഴുതിയ? കൊരിന്ത്യ സഭക്ക് എഴുതിയതാ. അവരോടാ പറയുന്നത്, നിങ്ങളുടെ മനസ്സ് കുരുടാക്കി കളഞ്ഞു. ഏത് മറ? ഇപ്പോഴും മറ കിടക്കുകയാ, മർമ്മങ്ങളൊന്നും വെളിപ്പെടുത്തുന്നില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ദൈവത്തിന് തേജസ്സുള്ള സുവിശേഷം? വേണ്ട, അത് മറയായിട്ട് അങ്ങനെ ഇരിക്കട്ടെ അല്ലേ? ഓക്കെ. അപ്പോൾ എന്നിട്ട് പറയുക, നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന് ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അത് ഈ ലോകത്തിലെ പ്രഭുക്കന്മാരാരും അറിഞ്ഞിരുന്നുവെങ്കിൽ അവ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കില്ലായിരുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ അല്ലേ? ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന കാറ്, എനിക്ക് കോണ്ടാക്ട് സിറ്റി കാർ കിട്ടും, കർത്താവ് ഒരുക്കി വെച്ചിരിക്കുക എനിക്ക് വേണ്ടി. കർത്താവെ ഞാൻ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നു. താക്കോല് വന്നുകൊണ്ടിരിക്കുന്നു. ദൈവം ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും, ഇത് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു കണ്ണും കണ്ടിട്ടില്ല. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല, ഒരു മനുഷ്യനെ ഹൃദയത്തിൽ തോന്നിട്ടില്ല. എന്ത് സാധനമാ? കാറോ, വീടോ, നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസമോ, എന്താ? ഒന്നുമല്ല. തൊട്ട് മോളി പറയുക, നമ്മുടെ തേജസ്സിനായി. ഓക്കെ. അപ്പോൾ ദൈവം ലോകം സൃഷ്ടിക്ക് മുമ്പേ അല്ലേ നമ്മുടെ കർത്താവിനെ എന്ത് ചെയ്തിരിക്കുക? ക്രൂശിച്ച് വെച്ചിരിക്കുകയാ. എന്തിനു വേണ്ടിയാ? എൻ്റെയും നിങ്ങളുടെ തേജസ്കരണത്തിന് വേണ്ടി. ഞാൻ അതും വിടുക. ഒരു 1-2 വാക്യം കൊണ്ട് പറഞ്ഞ് അവിടെ നമുക്ക് അവസാനിപ്പിക്കാം. അതുകൊണ്ട് മത്തായി 25:34 രാജാവ് തൻ്റെ വലത്തുള്ളവരോട് അരുൾ ചെയ്യും അല്ലേ, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യാവകാശമാക്കിക്കൊള്ളുവീൻ. ലോകമുണ്ടാകുന്നതിനും. അപ്പം യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിക്കുന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പല്ല അല്ലേ? മനുഷ്യൻ പാപം, ഏദൻ തോട്ടത്തിൽ പാപം ചെയ്യുമ്പോഴല്ല. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? മനുഷ്യൻ പാപം ചെയ്തു പോയാലും വീണ്ടും അവനെ പണിതെടുത്ത് വീണ്ടും നമ്മെ നിർമ്മലീകരിച്ച് അല്ലേ ശുദ്ധീകരിപ്പാൻ വേണ്ടി. അതുകൊണ്ട് അല്പം താഴ്ത്തി, ദൈവത്തെക്കാൾ അല്പം താഴ്ത്തി. പിന്നെ
ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തി ദൈവം മനുഷ്യനെ സൃഷ്ടിപ്പാൻ കാരണം പാപം ചെയ്തു പോയാലും വീണ്ടും അവനെ പണിതെടുക്കാൻ വേണ്ടിയാണ്. യേശു ക്രിസ്തുവിലൂടെ, അതാ വ്യത്യാസം. യേശു ക്രിസ്തുവിലൂടെ പണിതെടുക്കാൻ വേണ്ടിയാ. ഒറ്റ വാക്യോട് വായിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 8-ാം വാക്യം ഒന്ന് വായിച്ചേ. ലോകസ്ഥാപനം അല്ലേ, ഭൂമി ഉണ്ടാക്കിയിട്ടില്ല, കോടിക്കണക്കിന് നക്ഷത്ര സമൂഹങ്ങളില്ല, ദൂതന്മാരുമില്ല. ലോകസ്ഥാപനം മുതലേ അറുക്കപ്പെട്ട കുഞ്ഞാട്. പക്ഷേ യേശു മരിച്ചതെപ്പോഴാ? 1990 വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷേ ദൈവത്തിൻ്റെ കണ്ണിൽ, അവൻ്റെ ഹൃദയത്തിൽ, അവൻ്റെ പുസ്തകത്തിൽ അല്ലേ, അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക, സിനിമ പിടിക്കുമ്പോൾ തിരക്കഥയിൽ അല്ലേ, യേശു ക്രൂശിക്കപ്പെട്ടവനായി ലോകസ്ഥാപനം മുതലേ ഉണ്ടോ എൻ്റെ കൂടെ അല്ലേ? ലോകസ്ഥാപനം മുതൽ അർക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അവനെ നമസ്കരിക്കും. ചെവിയുള്ളവൻ. അപ്പോൾ 7 വർഷ പീഡനകാലം വരുമ്പോൾ, പീഡനകാലത്തിൽ ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളാത്ത എല്ലാവരും 666 എടുക്കും, അന്തിക്രിസ്തുവിനെ വണങ്ങും അല്ലേ, ഒക്കെ ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞത് ചെവിയുള്ളവൻ. ഈ 8-ാം വാക്യം ഏത് സമയത്ത് സംഭവിക്കുന്ന കാര്യമാണ്? 8-ാം വാക്യം, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. എപ്പോഴാണ് സംഭവിക്കുന്നത്? 7 വർഷ പീഡനകാലത്തിൽ. തൊട്ട് 9-ാം വാക്യം പറയുന്നു ചെവിയുള്ളവൻ കേൾക്കട്ടെ. എന്തോ ഒരു സാധനം മിസ്സിംഗ് ഉണ്ടല്ലോ. ഈ വാക്കിന്റെ എന്തോ ഒരു സാധനം മിസ്സിംഗ് ഇല്ലേ? ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് 7 സഭയോട് ദൂത് പറയുമ്പോഴും അവിടെ ഇല്ലേ? എന്നാൽ 13-ാം അധ്യായം വന്നപ്പോൾ എന്തേ ആ വാക്യം മിസ്സിംഗ് ആയത്? പരിശുദ്ധാത്മാവും അവന്റെ വിശുദ്ധ മണവാട്ടി പോയിരിക്കുകയാ. അയ്യോ, അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 15-ാം വാക്യം പറയുന്നു, വരിക മണവാട്ടിയും ആത്മാവും പറയുന്നു. പരിശുദ്ധാത്മാവും അവന്റെ വിശുദ്ധ മണവാട്ടി പറയുന്നത്, കർത്താവേ വാ, യജമാനെ വാ, മണവാളിന് വാ. അവർ പോയി കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ പിന്നെ എന്തില്ല? പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാ ചെവിയുള്ളവൻ കേൾക്കട്ടെ. പരിശുദ്ധാത്മാവ് നഷ്ടമായി പോയി, അവൻ പോയി കഴിഞ്ഞിരിക്കുക. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങള്? വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ നമുക്കല്ലേ. നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്നത്, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു, മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തെ വിട്ട് പോയി എന്ന് നമ്മൾ കണ്ടായിരുന്നു. പക്ഷേ പോയ മനുഷ്യനെ വീണ്ടും മെനഞ്ഞെടുക്കുവാൻ അല്ലേ, പാപത്തിന് പരിഹാരം ചെയ്ത് അവനെ വീണ്ടും ദൈവമായി കൂട്ടിച്ചേർക്കാൻ വേണ്ടി ദൈവം തൻ്റെ പുത്രനെ പ്രീ അപ്പോയിന്റ് ചെയ്തു എന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. അതല്ലേ? ഇപ്പോഴല്ല, ലോകമുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ദൈവം അവനെ മുൻ നിയമിക്കപ്പെട്ട് കഴിഞ്ഞതാ. ഹല്ലേലൂയ. അന്നേ ഞാനും നിങ്ങളും ക്രിസ്തുവിലുണ്ട്. എന്നാ ലോകമുണ്ടാകുന്നതിന് മുമ്പ് തന്നെ അല്ലേ? അപ്പോൾ ലോകമുണ്ടാകുന്നതിന് മുമ്പ് യേശുവിനെ ക്രൂശിക്കപ്പെട്ടവനായി കർത്താവിനെ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ദിവസങ്ങളിൽ എന്താണ് യേശുവിൻ്റെ പ്രവൃത്തിയും കൂടി നമ്മൾ അടുത്ത ദിവസങ്ങളിൽ പഠിക്കും. നമുക്ക് ദിവസം